നമ്മൾ ഇന്ന് മുതൽ എടുക്കാൻ പോകുന്നത് ഡാറ്റാ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന കോഴ്സാണ്. നമുക്കിത് S3 പഠിക്കാനുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പം ഇതിലേക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊരു 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് പറയാനുള്ളത് നോട്ടിൻ്റെ കാര്യമാണ്. നിങ്ങൾക്ക് നോട്ട് മെറ്റീരിയൽ ഇപ്പം നമ്മൾ ക്ലാസ് എടുക്കുന്നത് തന്നെ നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. നിങ്ങളത് നോക്കി പഠിക്കാം. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് നോട്ട് എഴുതുന്നത് അത്രയ്ക്കും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇനിയിപ്പോൾ ലെക്ചർ നോട്ടൊക്കെ എഴുതുന്ന ശീലമുള്ളവരുണ്ടെങ്കിൽ അത് നല്ലതാണ്. ജസ്റ്റ് പോയിൻറ്റ്സ് മാത്രം നോട്ട് ചെയ്ത് പോവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ വരുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവുക. പിന്നെ വേറൊരു കാര്യം പറയാൻ, ഇതൊരിക്കലും ഒരു പാടുള്ള ഒരു സബ്ജക്റ്റ് അല്ല. അതായത് ഡാറ്റാ സ്ട്രക്ചേഴ്സ് നിങ്ങൾ കോളേജിൽ കേട്ട് കാണും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം പാടായിട്ടോ അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു തോന്നൽ വെച്ചിരിക്കേണ്ട. അത്രയ്ക്കും പാടുള്ള ഒരു സബ്ജക്റ്റ് അല്ല. ഓക്കെ, അതായത് നമുക്കൊരു 60 മാർക്കാണോ നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാം വരുന്നത്, 40 മാർക്ക് ഇൻറ്റേർണലാണ് വരുന്നത് നമ്മുടെ തിയറി പേപ്പർ. അതേപോലെ തന്നെ നമുക്കൊരു ലാബും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് തിയറി പഠിക്കുമ്പോൾ നമുക്ക് ലാബിൻ്റെ കാര്യങ്ങൾ നമ്മൾ അത്രയും ബാധിക്കുന്നില്ല. ദാറ്റ് മീൻസ് നമുക്കിത് രണ്ടായിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമുക്ക് തിയറിയിൽ മാക്സിമം മാർക്ക്, അതായത് ഒരു S ഗ്രേഡിലേക്ക് തന്നെ നമുക്ക് എത്താവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും എത്താൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ജസ്റ്റ് അതുകൊണ്ട് നമ്മൾ ഒരു ഭയങ്കര പേടിയായിട്ട് കാണേണ്ട ആവശ്യമില്ല ഈ സബ്ജക്റ്റ്. അപ്പോൾ അതാണ് ഒരു കാര്യം പറയാനുള്ളത്. പിന്നെ നമ്മൾ നോട്ട്സിൽ തന്നെ മാക്സിമം നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറേയൊക്കെ അവൈലബിൾ ആണ്. കാര്യം നമുക്ക് വലിയ മാറ്റങ്ങൾ സിലബസിൽ കാണാൻ പറ്റില്ല, പക്ഷെ എന്നാലും മാറ്റങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ വെച്ച് നമുക്ക് മാക്സിമം ചോദിക്കാവുന്ന ഏതൊക്കെ തരത്തിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞ് അതിൻ്റെ കൂടെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തായിരിക്കും പോകുന്നത്. നിങ്ങൾ അതുകൊണ്ട് തന്നെ വേറൊരു മെറ്റീരിയൽ ഇനി റെഫർ ചെയ്യേണ്ട ഒരു ആവശ്യം വരില്ല. ഓക്കെ, വേറൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അത്യാവശ്യം C പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു ബേസിക്സ് വേണം നമുക്ക്. കാര്യം നമ്മൾ ഡാറ്റാ സ്ട്രക്ചേഴ്സിങ് C ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ അത്യാവശ്യം ഒരു ലൂപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഈ പറയുന്ന നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെ ചെയ്താൽ, ഇപ്പോൾ ഒരു ഇഫ് കണ്ടീഷൻ നമുക്ക് എങ്ങനെ ചെയ്താൽ, വൈൽ ലൂപ്പ് എങ്ങനെ ചെയ്താൽ, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ബേസിക്കായിട്ട് അറിയാം. ഇപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിൽ ലിസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കവിടെ സ്ട്രക്ചറിനൊക്കെ ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു C പ്രോഗ്രാമിങ് സ്ട്രോങ് അല്ല, ഒന്നും അറിയത്തില്ല എന്നുള്ള രീതിയിലാണെങ്കിൽ ജസ്റ്റ് C പ്രോഗ്രാമിങ് ഒന്ന് അത്യാവശ്യം വളരെ ബേസിക്കായിട്ട് വേണ്ട കാര്യങ്ങൾ കിട്ടിയാൽ മതി. അപ്പം ഞാൻ ഒരിക്കലും ഈ പറയുന്ന പോലെ നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് പോകത്തില്ല. ജസ്റ്റ് ബേസിക്കായിട്ടുള്ളൊരു ഐഡിയ പറഞ്ഞിട്ട് എന്ത് ടോപ്പിക്കാണെങ്കിലും നമുക്ക് ഇനിയിപ്പോൾ ആവശ്യങ്ങളുള്ളതാണെങ്കിൽ നമ്മളത് പറഞ്ഞ് ജസ്റ്റ് ഒരു ബ്രീഫായിട്ടൊന്ന് പറഞ്ഞിട്ട് പോകത്തുള്ളൂ. അപ്പം എനിക്ക് എനിക്ക് അത്ര അറിവില്ല C പ്രോഗ്രാമിങ്ങിൽ. എന്നാൽ എനിക്ക് അത്യാവശ്യം കാര്യങ്ങൾ അറിയാവുന്ന കോൺഫിഡൻസ് ഉള്ളവർ ഇനിയിപ്പം അത് പോയി പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പം നിങ്ങൾ പാസ്സാവാനാണ് പഠിക്കുന്നത്, അങ്ങനെയുള്ള രീതിക്ക് പഠിക്കുന്നവരുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ എങ്ങനെയെങ്കിലും പാസ്സായി പോയാൽ മതി എന്നുള്ളവരാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഈ വലിയ ബേസിക്സ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഇത് പാസ്സായി പോകുന്നതിന് വേറെ കുഴപ്പമില്ല. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എല്ലാവരും നന്നായിട്ട് പഠിക്കണമെന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു മൊഡ്യൂളിന് ഒരു ക്ലാസ് വരുന്നത് ഒരു 3-4 പാർട്ടിലായിരിക്കും, ഒരു 4-5 പാർട്ടിലായിരിക്കും നമ്മൾ വരുന്നത്. മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകാമെന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടിയാണ്. ഓക്കെ, ഇതിന് പുറമെ നമ്മൾ ഓരോ മൊഡ്യൂൾ കഴിയുമ്പോൾ ഒരു റിവിഷൻ ക്ലാസ്, ഒരു ക്രാഷ് ബാച്ച് നമ്മൾ ചെയ്യുന്നൊരു ക്ലാസ് ഉണ്ടാവും. അപ്പം അതിൽ ഈ പറയുന്ന പോലെ നമുക്ക് ബേസിക്കായിട്ട് ക്വസ്റ്റ്യൻസ് ഒരു 3 മണിക്കൂർ താഴെ നമ്മളൊരു മൊഡ്യൂൾ ക്വസ്റ്റ്യൻസ് ഓറിയൻറ്റഡായിട്ട് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇനിയിപ്പം നിങ്ങൾ പരീക്ഷയുടെ തലേ ദിവസമാണോ വല്ലോ കാണുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സീരിയസ് എക്സാം ഉണ്ട്, അപ്പോൾ നിങ്ങൾ അപ്പോഴാണ് കാണാൻ നോക്കുന്നതെങ്കിൽ ആ വീഡിയോ ഒന്ന് റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അത് നമ്മൾ ക്രാഷ് ബാച്ചിന് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന വീഡിയോ ആയിരിക്കും. പക്ഷേ ഇപ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഫുൾ ക്ലാസ് കാണുക, ഫുൾ ഐഡിയ ഉണ്ടാക്കുക. നമ്മുടെ നോട്ട്സിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളൊരു കാര്യം പഠിച്ചു അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുക, അങ്ങനെ പോവുക. ഓക്കെ, അപ്പോൾ വലിയ പ്രശ്നങ്ങളുള്ളൊരു കാര്യങ്ങളല്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നല്ല മാർക്ക് വേണ്ടി പഠിക്കാൻ നോക്കാം. ഓക്കെ, അത്ര ഇത് കോഴ്സ് താകുന്നതിന് മുമ്പ് എനിക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. വേറൊരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാനിതിൽ നോട്ട്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രിബിൾ ചെയ്തായിരിക്കും പോകുന്നത്. അതായത് ഇങ്ങനെ എഴുതിയായിരിക്കും പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. വലിയ കാര്യമായിട്ട് ഇതിലൊരു പെർഫെക്ഷൻ വരില്ല. കാര്യം നമുക്ക് ഇതിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് ജസ്റ്റ് നമ്മൾ മൗസ് വെച്ച് തന്നെയാണ് സ്ക്രിബിൾ ചെയ്ത് പോകുന്നത്. അപ്പം ഒരു ആപ്പിൾ പെൻസിലൊന്നും അല്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം ഒന്നും മനസ്സിൽ വെച്ചേക്കുക. ഇയാളത് എന്താണ് കാണിക്കുന്നതെന്ന് തോന്നരുത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഒരു പ്രാരാബ്ദം പറഞ്ഞതല്ല, പക്ഷേ
ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. നമ്മൾ മാക്സിമം ഭാവിയിൽ നല്ല രീതിയിൽ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് അതും കൂടി പറഞ്ഞേ ഉള്ളൂ. നമുക്കിനി ടോപ്പിക്സിലേക്ക് പോകാം. നമ്മൾ ക്ലാസ്സിലേക്ക് നമുക്കിനി പോകാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഒന്ന് മനസ്സിൽ വെക്കുക. ജസ്റ്റ് ഇത് നമുക്ക് പഠിച്ചു തുടങ്ങാം. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 2024 സ്കീമാണ്. 2024 സ്കീമോട്ട് നമുക്ക് 4 മൊഡ്യൂൾസാണ് ഉള്ളത്. അതേസമയം 2019 നമുക്ക് 5 മൊഡ്യൂൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 4 മൊഡ്യൂളിൽ നമുക്ക് ഈ പറയുന്ന 4 മൊഡ്യൂളിൽ അത്യാവശ്യം നമുക്ക് എല്ലാ മൊഡ്യൂളും പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടൊരു 30+ മാർക്ക് നമുക്ക് കിട്ടാവുന്നേ ഉള്ളൂ. കാര്യം നമുക്ക് പ്രത്യേകിച്ച് ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കുന്ന ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചു പോയാൽ ആ ക്വസ്റ്റ്യൻ ചോദിക്കും. അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരുപാട് ടോപ്പിക്കുണ്ട്. ഓക്കെ, ഞാൻ 4 മൊഡ്യൂളിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാസ്സാവാനുള്ള ഒരു പാടല്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ 4 മൊഡ്യൂളിൽ ആദ്യത്തെ മൊഡ്യൂളാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ മൊഡ്യൂളിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒരു അൽഗോരിതം എങ്ങനെയാണ്, അതിന് നമ്മൾ ഫ്രീക്വൻസി കൗണ്ട് എന്ന് പറഞ്ഞൊരു ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അത് വെച്ച് എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന ഫ്രീക്വൻസി കൗണ്ട് കണ്ടുപിടിക്കുന്നത്, അങ്ങനത്തെ ഒരു രീതിയിലായിരിക്കും പറയുന്നത്. ഞാനിപ്പോൾ ഇതെന്താ പറയുകയെന്ന് വെച്ചാൽ നിങ്ങൾ ക്ലാസ്സൊക്കെ കേട്ടിട്ടാണ്, കോളേജിൻ്റെ ക്ലാസ് കേട്ടിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു ഓവർവ്യൂ പറയുമ്പോൾ. പിന്നെ അപ്പം നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ചെയ്യുന്നത്, അതായത് ഈ പാർട്ടിൽ നമ്മൾ ചെയ്യുന്നത് ഈ പറയുന്ന ഒരു സ്പേസ് കോംപ്ലക്സിറ്റി, ടൈം കോംപ്ലക്സിറ്റി വരെ ആയിരിക്കും ചെയ്യുന്നത്. അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ, പോളിനോമിയൽ റെപ്രസെൻറ്റേഷൻ, സ്പാർസ് മെട്രിക്സ്, ഇത്തരം കാര്യങ്ങളായിരിക്കും നമ്മുടെ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, ദെൻ നമ്മൾ സ്റ്റാക്സ് ക്യൂ അങ്ങനെ അത് ചെയ്യും. അത് കഴിഞ്ഞ് ലാസ്റ്റ് പാർട്ടായിട്ട് ഇവാലുവേഷൻ ഓഫ് എക്സ്പ്രഷൻ. ഇവാലുവേഷൻ ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഷുവർ ക്വസ്റ്റ്യനാണ്. ഓക്കെ, അതിൽ നമുക്കൊരു അത്യാവശ്യം നല്ലൊരു മാർക്ക് കിട്ടും. നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നതാണ്. സ്റ്റാക്ക് ക്യൂ ഒക്കെ നമുക്ക് ഇനി ആവശ്യമുള്ളതാണ്. അപ്പം എന്തായാലും നിങ്ങൾ പഠിക്കാതെ പോരും. ഫസ്റ്റ് മൊഡ്യൂൾ അത്യാവശ്യം എളുപ്പമാണ്. ഒരു കാര്യം നോക്കി കഴിഞ്ഞാൽ നമ്മുടെ 2019 സ്കീമിൽ നമുക്ക് ഇതൊരു 2 മൊഡ്യൂളോളം കണ്ടന്റായിരുന്നു. ഫസ്റ്റ് സെക്കൻഡും ആയിരുന്നു. കുറച്ച് കാര്യങ്ങൾ അവർ ഡിലീറ്റ് ചെയ്ത് രണ്ടും കൂടി മെർജ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ 2024 സ്കീമിലെ ക്ലാസ്സാണ്. ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഞാനത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്താണ് പോകുന്നത്. ഇനി എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് വന്നാൽ, കാര്യം നമ്മൾ പുതിയൊരു സിലബസാണ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇതുവരെ നമുക്ക് ഇറങ്ങിയിട്ടില്ല. അപ്പം ഇനി എന്തെങ്കിലും ആവശ്യമായിട്ട് വന്നു, ദാറ്റ് മീൻസ് നമുക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ ചോദിച്ചതിനപ്പുറം ചോദിക്കാൻ വളരെ ചാൻസ് കുറവാണ് നമ്മൾ പഠിച്ചതിനപ്പുറം. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾ എവിടെയെങ്കിലും കോളേജിലോ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നതെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ തീർച്ചയായിട്ടും അതുകൂടി ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ ലാസ്റ്റ് പാർട്ടിലൊരു ഓവർവ്യൂ തരുന്നതായിരിക്കും. ഓക്കെ, ദാറ്റ് മീൻസ് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പം ഈ പറയുന്ന പോലെ പുതിയ സിലബസ് ആയതുകൊണ്ട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട വന്നാൽ നമ്മൾ ലാസ്റ്റ് അത് ആ ടോപ്പിക് കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അത് ലാസ്റ്റത്തേനായിരിക്കും ചിലപ്പം വരുന്നത്. ജസ്റ്റ് അതും കൂടി ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, നമുക്കിത് പഠിക്കാനുള്ളതല്ല, അൽഗോരിതം എന്താണെന്ന് പഠിക്കാനുള്ളതല്ല. പക്ഷെ നമുക്ക് അൽഗോരിതം എന്താണെന്ന് പഠിച്ചാൽ നമുക്ക് ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോകാൻ പറ്റും. അപ്പോൾ അൽഗോരിതം എന്താണ്? അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നതിന് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സ്റ്റെപ്സ് എഴുതുന്നതിന് പറയുന്നതാണ് അൽഗോരിതം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതൊരിക്കലും ഒരു ഫോർമലായിട്ടുള്ള കാര്യമല്ല. ദാറ്റ് മീൻസ് നമ്മൾ പ്രോഗ്രാമിംഗ് സ്കില്ലില്ലാത്തവരും നോർമലായിട്ടുള്ള ഒരാൾ, ഒരു സാധാരണക്കാരൻ വായിച്ച് നോക്കിയാൽ കാര്യങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാമിംഗ് അല്ല, നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ചായ ഉണ്ടാക്കുന്ന കാര്യം എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു ചായ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചായപാത്രം വേണം, ചായപ്പൊടി വേണം, പാല് വേണം, അങ്ങനത്തെ കാര്യങ്ങൾ വേണം. then നമ്മൾ പാല് ചൂടാക്കുന്നു, ചായപ്പൊടി ഇടുന്നു, പഞ്ചസാര വേണമെങ്കിൽ ഇടുന്നു, പിന്നെ നമ്മൾ സ്റ്റിർ ചെയ്യുന്നു, കുടിക്കുന്നു. ഇതിനെ നമ്മൾ കുറേ സ്റ്റാൻഡേർഡ് ചെയ്ത് കുറേ എഴുതിയേക്കുന്നതാണ്. നിങ്ങൾക്ക് അൽഗോരിതം എന്താണ് ഇനിയിപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് ഒരു പ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കൃത്യമായിട്ട് എങ്ങനെയാണ് ഏറ്റവും ബെസ്റ്റ് ലോജിക്ക് എന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് അൽഗോരിതം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് അൽഗോരിതം എന്താണെന്ന് അറിയാം. ഇപ്പോൾ നമുക്ക് ഒരു ബെസ്റ്റ് അൽഗോരിതം ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്രൈറ്റീരിയാസ് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഇത് ഇങ്ങനെ പറയുകയെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ കൂട്ടത്തിലങ്ങ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഏതോ ഒരു കൊല്ലം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് പോകുന്നതേ. എന്തൊക്കെയാണ് നല്ലൊരു അൽഗോരിതത്തിന് വേണ്ട ക്രൈറ്റീരിയാസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു ഇൻപുട്ട് വേണം. അത് മേ ബി ഒരു ഇൻപുട്ട് ഒരെണ്ണമെങ്കിലും വേണം. ഇനി അതിലുള്ള 0 ഇൻപുട്ട് ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഔട്ട്പുട്ട് ഒരെണ്ണം നിർബന്ധമായിട്ടും വേണം.
അല്ലേ? ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ ഒരു ഇൻപുട്ട് വേണം, ഔട്ട്പുട്ട് വേണം, ഡെഫിനേറ്റ് ആയിരിക്കണം, ഫൈനൈറ്റ് ആയിരിക്കണം, നല്ല എഫക്റ്റീവ് ആയിരിക്കണം. ഓക്കെ, ഇതാണ് നമ്മൾ ക്രൈറ്റീരിയാസ് എന്നുകൊണ്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ട്. ഞാനതിനെ പ്രോബ്ലം എന്നുകൊണ്ട് എഴുതുവാണ്, പ്രോബ്ലമാണ്. കുറച്ചുകൂടെ വൃത്തിയായിട്ട് എഴുതാം. ഓക്കെ, ഇതാണ് നിങ്ങളുടെ പ്രോബ്ലം. അപ്പോൾ ഈ പ്രോബ്ലത്തിന് നിങ്ങൾക്ക് ഒരു 3 അൽഗോരിതം ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് അൽഗോരിതം 2, ഇത് അൽഗോരിതം 3. നിങ്ങൾക്ക് 3 അൽഗോരിതം ഉണ്ട്. അതായത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ, ഞാനിപ്പോൾ എറണാകുളത്താണ് നിൽക്കുന്നത്. എനിക്കിവിടെ നിന്നും ബാംഗ്ലൂരിലേക്ക് പോകണം, അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് പോകണം. എനിക്ക് പല രീതിയിൽ പോകാൻ പറ്റും, അല്ലേ? അതാണ് നമ്മൾ പല അൽഗോരിതംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു പ്രോബ്ലം കാണും, അല്ലെങ്കിൽ ഒരു ഇഷ്യൂ കാണും. അതിന് നമുക്ക് സോൾവ് ചെയ്യാൻ മൾട്ടിപ്പിൾ ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ടാകും. ഇതിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്താണെന്ന് നമ്മൾ തീർച്ചയായിട്ടും കണ്ടുപിടിക്കണമല്ലോ. കാര്യം എനിക്കിന്ന് വൈകിട്ടൊരു കല്യാണമുണ്ട്, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനുണ്ട്. അത് തിരുവനന്തപുരത്താണ്. ഞാനിപ്പോൾ എറണാകുളത്താണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ സമയം ഉച്ചയായി. എനിക്ക് വൈകിട്ടത്തെ ഏതാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഈ പറയുന്നൊരു ഫ്ലൈറ്റ് നോക്കുക എന്നുള്ളതായിരിക്കും. അല്ലെങ്കിൽ എനിക്ക് നടന്നു പോവാം, ഈ പറയുന്ന പോലെ കാറിന് പോവാം, ബൈക്കിന് പോവാം, ഇനി അതല്ല എനിക്ക് ട്രെയിന് വേണമെങ്കിലും പോവാം. പക്ഷെ മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് എന്താണ്? അത് നമ്മുടെ സാഹചര്യങ്ങളനുസരിച്ചായിരിക്കും ഇരിക്കുന്നത്. കാര്യം എനിക്ക് നാളത്തേനുള്ളൊരു പരിപാടിയാണെങ്കിൽ എനിക്ക് പയ്യെ കാറിന് പോയാലും മതി. അതേസമയം എനിക്ക് ഇന്ന് തന്നെ ചെല്ലണം, അങ്ങനെയുള്ളൊരു കാര്യങ്ങളാണെങ്കിൽ എനിക്ക് അവിടെ ഫ്ലൈറ്റിൽ പോകുന്നതായിരിക്കും കുറച്ചുകൂടി എഫക്റ്റീവ്. അപ്പം അങ്ങനെ നമ്മൾ പല സാഹചര്യങ്ങളനുസരിച്ച് നമ്മൾ നമ്മുടെ പ്രോബ്ലത്തിന് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള അൽഗോരിതം കണ്ടുപിടിക്കണം. അതായത് നമ്മൾ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമിംഗ് കോണ്ടെക്സ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രോബ്ലം ഉണ്ടാകും. പല അൽഗോരിതംസ് ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് നമുക്ക് തരുന്നതിനെ നമ്മൾ ചൂസ് ചെയ്യണം. ഓക്കെ, അതാണ് നമ്മൾ ഈ പെർഫോമൻസ് അനാലിസിസ് അല്ലെങ്കിൽ അൽഗോരിതം അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തിനാണ് അൽഗോരിതം അനാലിസിസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അൽഗോരിതം നമുക്ക് വേണം. എന്നാൽ മാത്രമേ നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനാണ് നമ്മൾ അൽഗോരിതം അനാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ അൽഗോരിതം അനാലിസിസ് ചെയ്യുന്നത് എന്നുള്ളൊരു പോയിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ പോസിബിൾ സൊല്യൂഷൻ ഉണ്ടാവും ഒരു പ്രോബ്ലത്തിന് തന്നെ. അപ്പോൾ നമ്മളത് ഏറ്റവും ബെസ്റ്റ് വണ്ണിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പെർഫോമൻസ് അനാലിസിസ്. ഇപ്പോൾ പെർഫോമൻസ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ അൽഗോരിതത്തിൻ്റെയും എന്തോരം പെർഫോമൻസ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ ഗിവൺ ആയിട്ടുള്ള കുറച്ച് കണ്ടീഷൻസിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് എന്താണെന്ന് നമ്മൾ നോക്കുന്നു. അപ്പോൾ അതിനെ പറയുന്നതാണ് പെർഫോമൻസ് അനാലിസിസ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. പെർഫോമൻസ് അനാലിസിസ് ടെൽ us ഹൗ എഫിഷ്യൻറ്റ്, എത്രത്തോളം എഫിഷ്യൻ്റ് ആണ് ഒരു അൽഗോരിതം എന്ന്. അപ്പം നിങ്ങൾ നോക്കുക, ഞാനിപ്പോൾ ഇത് ഞാൻ ട്രെയിനിൽ നിന്ന് എടുക്കുവാണ്. ഇതിനെ ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് എടുത്തു. ഇത് ഞാൻ നടന്നു പോകുന്നു, എന്നെ നെട്ടു. ഓക്കെ, ഞാൻ ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ എനിക്കൊരു 10 hours കൊണ്ട് ചെല്ലുമെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് ഒരു അപ്രോക്സിമേഷനാണ് കേട്ടോ. ഫ്ലൈറ്റിന് പോയി കഴിഞ്ഞാൽ എനിക്ക് 2 hours കൊണ്ട് തരും. ഇതിന് പോയി കഴിഞ്ഞാൽ എനിക്കൊരു 50 hours എടുക്കും നടന്നു പോയി കഴിഞ്ഞാൽ. എങ്ങനെയാണെങ്കിലും ഏറ്റവും എഫിഷ്യൻ്റ് എന്ന തീർച്ചയായിട്ടും 2 മണിക്കൂർ കൊണ്ട് ഇരുന്ന ഫ്ലൈറ്റ് തന്നെയാണോ? എന്തിൻ്റെ ബേസിസിൽ പറയുകയാണെങ്കിൽ ടൈമിൻ്റെ ബേസിസിൽ പറയാൻ വേണ്ടിയാണ്. ഓക്കെ, അതാണ് നമ്മൾ പറയുന്നത് ഏറ്റവും എഫിഷ്യൻ്റ് എന്താണ് എന്നുകൊണ്ട് നമ്മൾ അതിനെ എവാലുവേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്ന ഒരു പരിപാടിനെ പറയുന്നതാണ് പെർഫോമൻസ് അനാലിസിസ്. അപ്പോൾ നമ്മൾ പെർഫോമൻസ് അനാലിസിസ് എന്തൊക്കെ കണ്ടുപിടിക്കാനാണ് നമ്മളൊരു പ്രോഗ്രാമിങ്ങിൻ്റെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെയ്യുന്നത്? നമ്മളൊരു പ്രോഗ്രാമിൻ്റെ ഒരു ബേസിസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് ടൈമാണ്, രണ്ടെന്ന് പറയുന്നത് സ്പേസാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്ര നേരം എന്തൊക്കെ പറഞ്ഞു? നമ്മൾ അൽഗോരിതം എന്താണെന്ന് പറഞ്ഞു, അൽഗോരിതത്തിൻ്റെ ക്രൈറ്റീരിയാസ് പറഞ്ഞു, നമ്മൾ പലതരത്തിലുള്ള അൽഗോരിതം ഒരു പ്രോബ്ലത്തിന് തന്നെ പലതരത്തിലുള്ള അൽഗോരിതംസ് ഉണ്ടാവും. ഇതിൽ ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് നീഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ പെർഫോമൻസ് അനാലിസിസ് ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നി. ഇപ്പോൾ ഒരു അൽഗോരിതത്തിന് പെർഫോമൻസ് അനാലിസിസ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത്രയും വരെ നമ്മൾ പറഞ്ഞു ഇവിടെ എത്തി. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇനി എന്തിൻ്റെയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പെർഫോമൻസ് ആയിട്ട് അനലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിൻ്റെയൊക്കെ പെർഫോമൻസ് ആണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്? നമ്മൾ മെയിനായിട്ട് നമ്മൾ 2025 അല്ലെങ്കിൽ 2020 കാലഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ടൈം എന്ന് പറയുന്ന ഏറ്റവും നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഈ പറയുന്നത് ടൈമിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്നെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് ഒരു സ്റ്റോറേജ് യൂണിറ്റ് ആണ് നിങ്ങൾ എക്സാമ്പിളായിട്ട് എടുക്കാം. അതായത് 2020 ഞാൻ ഒരു 4 GB പെൻഡ്രൈവ് മേടിക്കണം എന്നുണ്ടെങ്കിൽ എനിക്കൊരു 300 രൂപയാവുമെന്ന് പ്രതീക്ഷിക്കാം. എന്നാൽ ഞാൻ 2025 ഞാൻ കടയിൽ പോയി എനിക്കൊരു 4 GB പെൻഡ്രൈവ് തരാമോ എന്ന് ചോദിച്ചാൽ അവിടെ 4 GB ഒരു പെൻഡ്രൈവ് ഇല്ലയെന്ന് പറയക്കും.
കാര്യം നമുക്ക് ഇപ്പോൾ അത്രയും ചീപ്പായി. അതായത് സ്റ്റിൽ ഞാനൊരു 8 GB പെൻഡ്രൈവ് മേടിച്ചാൽ പോലും എനിക്കൊരു 200 രൂപ റേഞ്ചിൽ കിട്ടും. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പം കറങ്ങിൽ നമുക്ക് സ്പേസ് കോംപ്ലക്സിറ്റി, അതായത് സ്പേസ് എന്ന് പറയുന്ന സാധനം അത്രയ്ക്കും ചീപ്പാണ്. സ്പേസ് കോംപ്ലക്സിറ്റി ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ സ്പേസ് കോംപ്ലക്സിറ്റി ആണെന്ന് പറയുവാണെങ്കിൽ എന്തോരമാണ് ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു അൽഗോരിതം റൺ ആവാൻ വേണ്ടി എന്തോരം നമുക്ക് സ്പേസ് യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതിനെ പറയുന്നതാണ് സ്പേസ് കോംപ്ലക്സിറ്റി. അതായത് നമ്മളൊരു അൽഗോരിതം ഉണ്ടാവും, നമ്മൾ ഈ പറഞ്ഞ പോലെ പല അൽഗോരിതംസ് ഉണ്ടാവും ഒരു പ്രോബ്ലത്തിന് വേണ്ടി. നമ്മളതിലൊരു അൽഗോരിതം എടുത്തു, അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈം എത്രയാണ്. ഇപ്പം ഞാൻ പറഞ്ഞു എവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അൽഗോരിതം എക്സിക്യൂട്ട് ആവാൻ നിങ്ങൾക്ക് ഒരു 2 മണിക്കൂർ മതി എന്ന് പറഞ്ഞു. ഓക്കെ, ആ ടൈമിനെ പറയുന്നതാണ് ടൈം കോംപ്ലക്സിറ്റി. അതേസമയം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യണം, അതായത് നിങ്ങൾക്ക് ഒരു കുറച്ച് ലൈൻസ് ഉള്ള ഒരു കോഡാണ് അല്ലെങ്കിൽ ഒരു അൽഗോരിതമാണ്, നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത് വരാൻ നിങ്ങൾക്കൊരു 100 KB സൈസ് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു 200 KB സൈസ് എടുക്കുന്നുണ്ട്. അപ്പം സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് അത് എന്തോരം മെമ്മറി എടുത്തു, അല്ലെങ്കിൽ ഈ പറയുന്ന എക്സിക്യൂഷന് വേണ്ടി ഹൗ മച്ച് മെമ്മറി ഈസ് റിക്വയർഡ് ടു എക്സിക്യൂഷൻ. ഓക്കെ, അപ്പോൾ അതിനെ പറയുന്നതാണ് സ്പേസ് കോംപ്ലക്സിറ്റി. ഇപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് സ്പേസ് കോംപ്ലക്സിറ്റി അല്ലെങ്കിൽ ഈ സ്പേസിൻ്റെ കാര്യങ്ങളെന്ന് പറയുന്നത് നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല കറൻറ്റ് സിനാരിയോയിൽ. കാര്യം നമുക്ക് സ്പേസ് എന്ന് പറയുന്നത് ചീപ്പാണ്. പക്ഷേ അതേസമയം ടൈം കോംപ്ലക്സിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ ടൈം കോംപ്ലക്സിറ്റി എന്താണെന്ന് പറഞ്ഞു, അതായത് എത്രത്തോളം ഫാസ്റ്റാണ് അല്ലെങ്കിൽ ഒരു കാര്യം ഒരു അൽഗോരിതം നടക്കാൻ നമുക്ക് എന്തോരം ടൈം എടുക്കുന്നു എന്ന് പറയുന്നതിനെയാണ് ടൈം കോംപ്ലക്സിറ്റി എന്ന് നമുക്ക് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് എന്തോരം ടൈം എടുക്കുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ ഈ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. അപ്പം ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഏറ്റവും കുറവ് ടൈം കൊണ്ട് എടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ചോദ്യം എന്താ, നമുക്ക് എങ്ങനെ ഇതൊക്കെ അനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ടൈം കോംപ്ലക്സിറ്റി അനലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സ്പേസ് കോംപ്ലക്സിറ്റി അനലൈസ് ചെയ്യുന്നത് നമ്മൾ നോക്കട്ടെ. നമ്മൾ ആദ്യമായിട്ട് ടൈം കോംപ്ലക്സിറ്റിയിലേക്കാണ് പോകുന്നത്. നമ്മൾ അതേ സെയിം മെത്തേഡ് തന്നെയായിരിക്കും നമ്മൾ സ്പേസ് കോംപ്ലക്സിറ്റി അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ഈ ടൈം കോംപ്ലക്സിറ്റി എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, എത്രത്തോളം ടൈം എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ടൈം കോംപ്ലക്സിറ്റി അനലൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് 2 മെത്തേഡ്സ് ആണ് ഉള്ളത്. ഓക്കെ, നമുക്ക് മെയിനായിട്ട് 2 മെത്തേഡ്സ് ആണുള്ളത്. ഫസ്റ്റ് മെത്തേഡാണ് എന്ത്, ഫ്രീക്വൻസി കൗണ്ട് മെത്തേഡ്. രണ്ടാമത്തേത് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ. അപ്പോൾ നമുക്ക് ഫ്രീക്വൻസി കൗണ്ട് മെത്തേഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫ്രീക്വൻസി കൗണ്ട് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കോഡിൻ്റെ ഒരു സ്നിപ്പറ്റ് ഉണ്ടാവും എന്ന് വിചാരിക്കാം. നിങ്ങളൊരു എക്സാമ്പിളായിട്ട് ഇൻറ്റ് x = 10 നിങ്ങൾ എഴുതി. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഒരുപാട് ലൈൻസ് ചെയ്തുമാണ്, അങ്ങനെ ഒരുപാട് ലൈൻസ് ഉള്ളൊരു കോഡിനെയാണല്ലോ ഒരു പ്രോഗ്രാമിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിലെ നോക്കിക്കഴിഞ്ഞാൽ ഇൻറ്റ് x = 10 എന്ന് നിങ്ങളൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അതിനെ നമ്മൾ കൗണ്ട് ചെയ്യും. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതുപോലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ അവിടെ 2 പ്രാവശ്യം നമ്മൾ പിന്നെ കൗണ്ട് ചെയ്യും. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞ വേരിൻ്റെ അർത്ഥം തന്നെ എന്താണ്, ഹൗ മെനി ടൈംസ് ഒരു ഓപ്പറേഷൻ നടക്കുന്നു, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് സെക്കൻഡിൽ ഒരു ടൈമിൽ നമുക്ക് എത്ര പ്രാവശ്യം ഒരു കാര്യം റിപ്പീറ്റഡ് ആയിട്ട് നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഫ്രീക്വൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫ്രീക്വൻസി കൗണ്ട് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു കാര്യം ഒരു പ്രോഗ്രാമിൽ എത്ര പ്രാവശ്യം നടന്നിട്ടുണ്ടെന്ന് നമ്മൾ എണ്ണുന്നു. അങ്ങനെ എണ്ണി അതിൻ്റെ ടോട്ടൽ കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഫുൾ പ്രോഗ്രാം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്ക് വേണ്ട ഒരു പാർട്ടിൻ്റെ ഫ്രീക്വൻസി കൗണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ ഒരു ഫ്രീക്വൻസി കൗണ്ട് കണ്ടുപിടിച്ചാൽ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള ഒരളവ് കിട്ടും. അപ്പോൾ അത് വെച്ച് നമുക്ക് അതിൻ്റെ ബേസിസിൽ ഈ പറയുന്ന പോലെ ടൈം കോംപ്ലക്സിറ്റി നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഫ്രീക്വൻസി കൗണ്ട് മെത്തേഡ്. അതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ഹൗ മച്ച് ടൈം ഈച്ച് ബേസിക് ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ വെച്ച് അതിനെ നമ്മൾ കൗണ്ട് ചെയ്യുകയാണ്. ഓക്കെ, അതേസമയം അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇൻപുട്ട് സൈസിനനുസരിച്ച് എങ്ങനെ വേരി ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മളുടെ ഒരു ബേസിസിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രീക്വൻസി കൗണ്ട് മെത്തേഡിൽ നമുക്കൊരു ടൈം കിട്ടും. അതായത് നമ്മുടെ ഫ്രീക്വൻസി കൗണ്ട് മെത്തേഡ് വഴി നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ഓർഡർ ഓഫ് എന്ന് പറഞ്ഞൊരു ടൈം കണ്ടുപിടിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ മാത്തമാറ്റിക്കലായിട്ട് വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ് സിമ്പിളി നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഈ അസിംപ്റ്റോട്ടിക് നൊട്ടേഷനാണ് 3 എണ്ണം. ഓക്കെ, അത് ബിഗ് O, ഒമേഗ ആൻഡ് തീറ്റ 3 എണ്ണം ഉണ്ട്. നമ്മൾ ആദ്യമേ നോക്കാൻ പോകുന്നത് ഫ്രീക്വൻസി കൗണ്ട് മെത്തേഡാണ്. അതിനുശേഷം നമ്മൾ ഞാൻ പറഞ്ഞ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ പോകാം, നെക്സ്റ്റ് പാർട്ടിലേക്കായിരിക്കും. ഓക്കെ, നമ്മൾ ഫ്രീക്വൻസി കൗണ്ട് മെത്തേഡിലേക്ക് പോവാം. ഫ്രീക്വൻസി കൗണ്ട് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, നോക്കാം. അതായത് ഫ്രീക്വൻസി കൗണ്ട് മെത്തേഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, സിമ്പിളാണ്. അതായത് ബേസിക് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷന് നമ്മൾ എത്ര ടൈം എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ എന്തോരം ടൈം എടുക്കുന്നു, അപ്പോൾ അതുപോലെ നമുക്ക് എല്ലാ ഇൻസ്ട്രക്ഷനും നമ്മൾ കൗണ്ട് ചെയ്യുന്നു എന്തോരം ടൈം എടുക്കുന്നു എന്ന്. അങ്ങനെ കൗണ്ട് ചെയ്തിട്ട്
അതിൻ്റെ ടോട്ടൽ എടുക്കുന്നു. അപ്പോൾ നമുക്ക് മൊത്തം എത്ര പ്രാവശ്യം ഓരോ ഇൻസ്ട്രക്ഷൻസ് വർക്കായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അതിൻ്റെ ബേസിസിൽ നമ്മൾ കോംപ്ലക്സിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യണം. ഓക്കെ, ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. അതായത് നിങ്ങൾക്ക് ഒരു അൽഗോരിതം ഉണ്ട്. അപ്പോൾ ഇത് റണ്ണാവാൻ നിങ്ങൾക്കൊരു 20 സെക്കൻഡ് എടുത്തു എന്ന് വിചാരിക്കാം. അതേസമയം അൽഗോരിതം 2 ഒരു 50 സെക്കൻഡ് എടുത്തു. അൽഗോരിതം 3 നിങ്ങൾക്കൊരു 60 സെക്കൻഡാണ് എടുത്തത്. ഓക്കെ, ഇത് നമ്മൾ ടോട്ടൽ ഒരു അൽഗോരിതം വർക്കാവാനുള്ള ടൈമാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ളത് എന്താണ്? ടൈം എഫിഷ്യൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും A1 എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിനി ഫ്രീക്വൻസി കൗണ്ടിലേക്ക് വരുമ്പോൾ, ഫ്രീക്വൻസി കൗണ്ട് മെത്തേഡിലേക്ക് വരുന്ന കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻ, അതായത് ഈ പറയുന്ന പോലെ ഒരു ഓപ്പറേഷൻ 1 എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുക. അത് നിങ്ങൾക്ക് എക്സ് എന്ന് പറഞ്ഞ ടൈംസ് ഉണ്ടായി എന്ന് വിചാരിക്കാം. ഓക്കെ, എക്സ് ടൈംസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്പറേഷൻ 1 ഒരു 10 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു 10 ടൈംസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ട ഈ പറയുന്ന ഫ്രീക്വൻസി കൗണ്ട് അത് എത്ര പ്രാവശ്യം ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് 10 × x എന്ന് എഴുതാൻ മേലെ. അതായത് 10 പ്രാവശ്യമുണ്ട്. അതായത് ഒരു കാര്യം 10 പ്രാവശ്യമുണ്ട്, നിങ്ങൾക്ക് ഒന്നിൻ്റെ വില എത്രയാണെന്ന് അറിയും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ടോട്ടൽ കണ്ടുപിടിക്കാൻ 10 × ആ ഒന്നിൻ്റെ വില ചെയ്ത് നമുക്ക് കിട്ടും. ഓക്കെ, അതേ ഐഡിയ തന്നെയാണ്. ഒരു ബേസിക് ഇൻസ്ട്രക്ഷന് എത്ര ടൈം എടുക്കുന്നു നമ്മൾ കണ്ടുപിടിക്കുന്നു, എന്നിട്ട് നമ്മൾ ടോട്ടൽ എത്ര പ്രാവശ്യം ഈ ഇൻസ്ട്രക്ഷൻ ഉണ്ടെന്ന് നമ്മൾ കൗണ്ട് ചെയ്യും. സിമ്പിളല്ലേ? അതാണ് ഫ്രീക്വൻസി കൗണ്ട്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഇൻസ്ട്രക്ഷന് മേ ബി ഒരു അസൈൻമെൻ്റ് ആയിരിക്കും. അസൈൻമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എക്സ് എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് ഒരു വാല്യൂ അസൈൻ ചെയ്യാൻ വിചാരിക്കും. അതേപോലെ തന്നെ കമ്പാരിസൺ ഉണ്ട്, അരിത്തമെറ്റിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഉണ്ടാവും, പ്ലസ് മൈനസ് ഇങ്ങനെ പോകുന്നു. ഓക്കെ, അപ്പോൾ അതിന് നമുക്കൊരു ടൈം എടുക്കണം. അത് മേ ബി ഒരു എക്സ് ടൈം ആയിരിക്കും എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് എത്ര പ്രാവശ്യം ഈ ഇൻസ്ട്രക്ഷൻ തന്നെ ഒരു കോഡിൻ്റെ അകത്ത് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന ടോട്ടൽ ടൈമും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടേക്ക് വന്നു കഴിയുമ്പോഴാണ് വേറൊരു പ്രശ്നം ഉദിക്കുന്നത്. പ്രശ്നമൊന്നുമല്ല, അതായത് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെ എല്ലാം ടൈമിനെ എടുത്തത് ഒരു സെക്കൻഡ് എന്നുള്ളൊരു ബേസിസിലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പം ഞാൻ എൻ്റെ ഫോണിൽ ഞാൻ PUBG ഓപ്പൺ ചെയ്തു. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്, ഞാനത് ഓപ്പൺ ചെയ്തു എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് എൻ്റെ ഫോൺ ഒരു നോർമൽ ഫോണാണ്, ഒരു 2 GB റാമുള്ള സാധാ ഫോണാണ്. അപ്പം ഈ ഫോണിന് എനിക്കൊരു 15,000 റേഞ്ചിലുള്ളൊരു ഫോണാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഫോണിൽ എനിക്ക് എൻ്റെ PUBG ഓപ്പൺ ചെയ്ത് ലാപ്പ് ലോഡായി എനിക്ക് കളിക്കാൻ പാകത്തിനെത്താൻ ഒരു 2 മിനിറ്റ് എടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇതേ സെയിം ഫയൽ തന്നെ ഞാൻ എൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ S24 ഞാൻ ഓപ്പൺ ചെയ്തു. S24 അൾട്ര ഫോണാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓപ്പൺ ചെയ്തു. ഇതിലെനിക്കൊരു 10 സെക്കൻഡ് എടുത്തു ഈ ആപ്പ് ഓപ്പണായി വരാൻ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഒരേ സാധനം തന്നെയായിരുന്നു, പക്ഷെ അത് 2 സാഹചര്യങ്ങളിലെത്തിയിട്ടും അതിൻ്റെ ടൈം, എക്സിക്യൂഷനുള്ള ടൈമും കൂടി, അല്ലെങ്കിൽ ഈ പറയുന്ന ഹാർഡ്വെയറിനനുസരിച്ച് അത് മാറി അല്ലേ? അപ്പോൾ ഇതേ ഐഡിയ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ കേസിലൊക്കെ അപ്ലൈ ചെയ്ത് നോക്കാം. ഓരോ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ തുറക്കുന്നത് ഫയൽ സെയിം ആണെങ്കിലും നമുക്കതിന് കിട്ടുന്ന ഔട്ട്പുട്ട് മേ ബി ഡിഫറൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ടൈം കോംപ്ലക്സിറ്റി ഡിഫറൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മളത് സെക്കൻഡ് എന്നുള്ളൊരു യൂണിറ്റ് വെച്ച് നമ്മൾ ഈ പറയുന്ന പോലെ കണ്ടുപിടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെർഫോമൻസ് ഓരോ സാഹചര്യത്തിൽ എത്തുമ്പോഴും വേരി ചെയ്യാൻ ചാൻസ് ഉണ്ട്, അതായത് മാറാൻ ചാൻസ് ഉണ്ട്. അതായത് ഹാർഡ്വെയറിൻ്റെ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എൻ്റെ ഫോണിൽ ഇപ്പം 2 GB റാമേ ഉള്ളൂ, എൻ്റെ കൂട്ടുകാരുടെ ഫോണിലേക്ക് ഒരു 8 GB റാം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആയിരിക്കും കുറച്ചും കൂടി സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടക്കുന്നു. അതെ, നമുക്കറിയാവുന്ന സിമ്പിൾ ലോജിക്കല്ലേ. അപ്പം അതാണ് പറയുന്നത്. ഹാർഡ്വെയർ അനുസരിച്ച് പറയുന്ന പോലെ കമ്പ്യൂട്ടറിൻ്റെ കാര്യങ്ങൾ ഇത് പ്രോഗ്രാം ബേസിസിലാണ് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാനാണ് പ്രാക്ടിക്കലായിട്ടുള്ള ആ എക്സാമ്പിൾ ഇട്ട് കാണിച്ചത്. ഓക്കെ, അതേപോലെ തന്നെ സിസ്റ്റം ലോഡ് നമുക്കിപ്പം ഒരുപാട് കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഓപ്പണായി വരാൻ ഒരുപാട് ടൈം എടുക്കും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നമ്മൾ ടൈം നമ്മൾ സെക്കൻഡ് എന്നുള്ളൊരു ബേസിസ് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒരിക്കലും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടത്തില്ല. ദാറ്റ് മീൻസ് നമുക്കതൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. അതായത് എനിക്ക് എൻ്റെ ഫോണിൽ ഇങ്ങനെയാണ് നടന്നത്, അപ്പം നിൻ്റെ ഫോണിൽ അങ്ങനെയാണ് നടന്നത്, അപ്പോൾ ഇതിൽ ഏതാണ് ഞാൻ എടുക്കേണ്ടത്? ഓക്കെ, അപ്പം അങ്ങനെയുള്ളൊരു പ്രശ്നം വരുമല്ലോ. അതേസമയം നമ്മൾ കൃത്യമായിട്ടുള്ളൊരു ടൈമിൽ നമുക്കത് ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു കാര്യം ആവശ്യമാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സെക്കൻഡിൽ നമുക്ക് ഈ പറയുന്ന പോലെ പുറത്തേക്ക് നമുക്ക് ഈ പറയുന്ന പോലെ ഫൈനൽ ഔട്ടിലേക്ക്
നമുക്ക് എത്തിക്കാൻ പറ്റത്തില്ല. സെക്കൻഡ് എന്ന് പറഞ്ഞൊരു യൂണിറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല സിമ്പിളായിട്ട്. ഓക്കെ, അത് എന്തുകൊണ്ടാണ് യൂസ് ചെയ്യാൻ പറ്റാത്തതെന്ന് ഞാനിപ്പോൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രീക്വൻസി കൗണ്ട് എന്ന് പറയുന്നതിൻ്റെ അകത്ത് നമുക്ക് സെക്കൻഡ് എന്ന് പറയുന്നൊരു കാര്യം യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് മെഷീൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വേണം കാര്യങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യാൻ. കാര്യം എൻ്റെ ഫോണിൽ ഇത്ര സമയം കൊണ്ട് നടന്നു, അപ്പോൾ എൻ്റെ വേറൊരാളുടെ ഫോണിൽ ഇതേ സാധനം തന്നെ വേറൊരു ടൈമിലാണ് നടക്കുന്നെങ്കിൽ അത് അവിടെ ഡിപ്പെൻഡൻ്റ് ആണ്, മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണ്. മെഷീൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എല്ലായിടത്തും യൂണിഫോം ആയിട്ടുള്ള ഒരു കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്നത് മെഷീൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എല്ലായിടത്തും കാര്യങ്ങൾ എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഓർഡർ ഓഫ് ഗ്രോത്ത് എന്ന് പറഞ്ഞൊരു ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പം എന്താണ് ഓർഡർ ഓഫ് ഗ്രോത്ത്? നമ്മൾ ഈ ജനറലൈസ് ചെയ്യാൻ വേണ്ടി, അതായത് പെർഫോമൻസിനെ നമ്മൾ ജനറലൈസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു പുതിയ ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ടൈമിനെ പറയുന്നതാണ് ഓർഡർ ഓഫ് ഗ്രോത്ത്. ഈ ഓർഡർ ഓഫ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം, അതായത് എത്രയാണ് നമ്മുടെ സൈസ് ഓഫ് ഇൻസ്ട്രക്ഷൻ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നോക്കിക്കഴിഞ്ഞാൽ ഹൗ ദ ടൈം. ഓക്കെ, ഈ ടൈം എന്ന് പറയുന്ന സാധനം നമ്മൾ എത്ര ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സൈസിനെ വെച്ച് എങ്ങനെ വേരി ചെയ്യുന്നു എന്ന് നോക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് ഓർഡർ ഓഫ് ഗ്രോത്ത് എന്നുള്ളൊരു ടൈം എന്ന് പറയുന്നത്. അതായത് ഹൗ ദ റണ്ണിങ് ടൈം ഇൻക്രീസസ് വിത്ത് ദ ഇൻപുട്ട് സൈസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എനി ടൈംസ് ഒരു കാര്യം നടക്കുന്നുണ്ടെങ്കിൽ അത് ടൈമിനനുസരിച്ച് എങ്ങനെയാണ് ഈ പറയുന്ന പോലെ ഇൻക്രീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ വെച്ച് നമ്മൾ അനലൈസ് ചെയ്യുന്നതിനെയാണ് ഓർഡർ ഓഫ് ഗ്രോത്ത് എന്ന് പറയുക. ഇപ്പോഴും ഒന്നും മനസ്സിലായില്ലെങ്കിലും, ഇതെന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും പ്രശ്നമില്ല. ഓക്കെ, നമ്മളിനി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണക്റ്റ് ആവാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഓർഡർ ഓഫ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇതിൽ വരും. അതായത് O ബ്രാക്കറ്റ് ആയിരിക്കും. ഓർഡർ ഓഫ് ഗ്രോത്ത് ഓഫ് എന്ന് പറയുന്നത് 1 ആണെങ്കിൽ ഓർഡർ ഓഫ് 1 എന്നതും, അതേസമയം N ആണെങ്കിൽ എന്ത് ചെയ്യും? ഓർഡർ ഓഫ് N എന്ന് പറഞ്ഞിടും. ഓക്കെ, അതാണ് നമ്മളവിടെ കൊടുത്തിരിക്കുന്നത്. ഇതെങ്ങനെ അതിൻ്റെ ഗ്രാഫ് വരുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് കണക്റ്റ് ആയില്ലെങ്കിൽ പ്രശ്നമില്ല. നമ്മളിനി അങ്ങോട്ട് ഇത് മാത്രമാണ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പാർട്ടിൽ മൊത്തം. ഓക്കെ, നമ്മൾ ഓർഡർ ഓഫ് ഗ്രോത്ത് എന്താണെന്ന് പറഞ്ഞു. ഓർഡർ ഓഫ് ഗ്രോത്ത് എന്ന് പറഞ്ഞ് പുതിയൊരു ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത നമ്മൾ പറഞ്ഞു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 മാർക്കിന് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് യൂസ് ചെയ്യാത്തത്? ദാറ്റ് മീൻസ് അത് മെഷീൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ പുതിയൊരു ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞു. ഇനി നമുക്കിത് എങ്ങനെയാണ് ഒരു പ്രോബ്ലം സൈഡിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. നിങ്ങൾക്കൊരു ഫ്രീക്വൻസി കൗണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു 5n + 20 എന്ന് പറഞ്ഞൊരു സാധനം കിട്ടിയെന്ന് വിചാരിക്കാം. അതായത് നിങ്ങൾക്ക് ഒരു രീതിയിൽ, അതായത് ഒരു പ്രോബ്ലം ചെയ്ത് നിങ്ങൾക്ക് അറ്റ് എ പർട്ടിക്കുലർ പൊസിഷൻ നിങ്ങൾക്ക് f(n) എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ, f(n) എന്ന് പറയുന്നത് 5n + 20 എന്ന് പറഞ്ഞൊരു ഇക്വേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടിയെന്ന് പ്രതീക്ഷിക്കാം. വേറൊരു ഇതിലേക്കാണ് പോകുന്നത്. നമ്മൾ എങ്ങനെ ഇത് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ തൊട്ട് നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേൾക്കുക. അപ്പോൾ f(n) എന്ന് പറയുന്നത് 5n + 20 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ഓർഡർ ഓഫ് ഈ പറയുന്ന ടൈം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓർഡർ ഓഫ് ഗ്രോത്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പോൾ ഓർഡർ ഓഫ് ഗ്രോത്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതുവരെ ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പോൾ ഓർഡർ ഓഫ് ഗ്രോത്ത് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മളതിൻ്റെ ഹയസ്റ്റ് പവറുള്ള ടൈമിനെ മാത്രം കൺസിഡർ ചെയ്യണം. നിങ്ങളൊരു ഇക്വേഷൻ നോക്കുക, നിങ്ങൾക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ ഹയസ്റ്റ് ടൈം എന്താണ്. തീർച്ചയായിട്ടും അത് 5n ആണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹയസ്റ്റ് പവറുള്ളത് ഏതിനാണെന്ന് നോക്കുക. നിങ്ങൾക്ക് ഇവിടെ ഒരെണ്ണാണോ ഉള്ളത്, 5 × n⁻1 എന്ന് പറയുന്നതാണ് n എന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ 20 എന്ന് മാത്രമേ ഉള്ളൂ. ദാറ്റ് മീൻസ് ഇവിടെ n⁻0 ആണ്. ഇപ്പോൾ എന്ത് n⁻0 വന്നാലും അത് 1 ആണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണ് ഇവിടെ ഈ n⁻0നെ നമ്മൾ എഴുതാത്തത്. ഓക്കെ, നിങ്ങൾക്കൊന്നും മനസ്സിലായതിന് പ്രശ്നമില്ല. ഇവിടെ നോക്കുക, എന്നിന് ഏറ്റവും കൂടിയ പവർ ഉള്ളത് ഏതാണെന്ന് എടുക്കുക. ദാറ്റ് മീൻസ് കീപ് ദ ഹയസ്റ്റ് പവർ ഓഫ് n. ഓക്കെ, അപ്പോൾ നമ്മൾ 5n എന്നാണ് നമുക്കിവിടെ കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ കളഞ്ഞു, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഏറ്റവും ഹൈ പവറുള്ള ടൈം നമ്മൾ എടുത്തു. ദെൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇഗ്നോർ ദി കോൺസ്റ്റൻസ് ആൻഡ് കോഎഫിഷ്യൻറ്റ്. നമുക്കിവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് എന്തായാലും ഉണ്ട്. എന്താണ്? 5 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾ 5നെയും കളഞ്ഞു. ബാക്കി നമുക്ക് എന്താ ഉള്ളത്? ഒരു n ഉണ്ട്. അപ്പോൾ ഈ n ആണ് ഓർഡർ ഓഫ്, അതായത് ഈ ഒരു പർട്ടിക്കുലർ കേസിൽ ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഓർഡർ ഓഫ് n ആയിരിക്കും. അതായത് നമ്മൾ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഗ്രാഫ് എങ്ങനെ വരും?
ഒരു ലീനിയർ ഗ്രോത്ത് ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ കൃത്യം ഇങ്ങനെ പോകും. ഇവിടെ ടൈം ആയിരിക്കും, ഇവിടെ n അല്ലെങ്കിൽ സൈസ് എന്ന് പറഞ്ഞ കാര്യമായിരിക്കും. അതാണ് നമ്മൾ പറഞ്ഞത്. അതായത് ഇങ്ങനെ ഒരു ഓർഡർ ഓഫ് ഗ്രോത്ത് കണ്ടുപിടിക്കാവുന്നതാണ്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം, ഇപ്പോഴും മനസ്സിലായില്ലാത്തവരുണ്ടെങ്കിൽ. f(n) എന്ന് പറഞ്ഞ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഏറ്റവും ഹയസ്റ്റ് ഓർഡർ ആകാൻ നോക്കണം. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ n² ആണ് ഹയസ്റ്റ് ഓർഡർ. ഓക്കെ, ഇത് ആദ്യമേ തന്നെ വരണമെന്നൊന്നും ഒരു നിർബന്ധവുമില്ല കേട്ടോ. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു, ഇവിടെ n² ആണ്, ഇവിടെ n⁻1 ആണ്, ഇവിടെ n⁻0 ആണ്. അതുകൊണ്ട് അത് എഴുതിയിട്ടില്ല. n⁻0 വന്നാലും 1 ആണെന്ന് നമുക്കറിയാം. ഇവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് വേണ്ട ടേം എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ നമ്മളോട് എന്താണ് പറഞ്ഞേക്കുന്നത്? കോൺസ്റ്റൻറ്റിനെ ഇഗ്നോർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. ഇഗ്നോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ കളയുക. ഓക്കെ, നമുക്ക് ആ 2 എന്ന് പറയുന്ന സാധനം കൂടി കളഞ്ഞു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓർഡർ എന്താണ്? n² ആണ്. സിമ്പിൾ അല്ലേ? ഐഡിയ വളരെ സിമ്പിൾ അല്ലേ? അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ ചെയ്തു, 2 എക്സാമ്പിൾ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് വേറൊരു കേസിലേക്ക് പോയി വർക്ക് ചെയ്യണം. ഇവിടെയൊക്കെ നമ്മളൊരു ഫംഗ്ഷൻ നേരിട്ട് നമുക്ക് തന്നേക്കുവാണ്. നമുക്ക് വേറൊരു കേസിൽ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്, അതായത് ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്, ഒരു പ്രോഗ്രാമിൻ്റെ ഒരു പാർട്ടാണ്. ഓക്കെ, ഒരു പാർട്ടാണ്. ഇവിടെ നമുക്ക് a = b+1 അല്ലെങ്കിൽ c = a × 5 അങ്ങനെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തേക്കുവാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ കഴിഞ്ഞാൽ നമുക്ക് ഇനി അതൊരു ഇതാണ് ഫ്രീക്വൻസി കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എത്ര ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെന്ന് നമ്മൾ കൗണ്ട് ചെയ്യുക. നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുന്നു നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എത്ര തവണ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഒരു തവണയേ ഉള്ളൂ. സെയിം ഐഡിയ തന്നെ ഇവിടെ നോക്കുക, ഒരെണ്ണേ ഉള്ളൂ. പ്രിൻ്റ് c എന്ന് പറയുന്നത് ഒരു തവണ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ നമുക്കൊരു ഫംഗ്ഷനാണ് ഡയറക്റ്റ് തന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുക, ഇവിടെ ഒരു ഫംഗ്ഷൻ നമുക്ക് ഡയറക്റ്റ് തന്നു. ഈ ഫംഗ്ഷനെ പറയുന്ന ഫ്രീക്വൻസി കൗണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീക്വൻസി കൗണ്ട് നമുക്ക് ഒരു ഇക്വേഷനായിട്ട് തന്നു. അതിൽ നിന്ന് നമ്മൾ ഓർഡർ ഓഫ് ഗ്രോത്ത് കണ്ടുപിടിച്ചു. ഇവിടെ നമുക്കൊരു കോഡാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊരു കോഡാണ് തന്നിരിക്കുന്നത്. കോഡിനെ നമ്മൾ ആദ്യമേ ഈ പറയുന്ന പോലെ ഫ്രീക്വൻസി കൗണ്ട് ആക്കണം. ദാറ്റ് മീൻസ് ഇതുപോലൊരു ഇക്വേഷൻ ആക്കണം. അതായത് ഇതുപോലൊരു ഇക്വേഷൻ ആക്കണം. ദെൻ നമ്മൾ ഈ ഇക്വേഷനിൽ നിന്നാണ് ഓർഡർ ഓഫ് ഗ്രോത്ത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ആ വർക്ക് ഫ്ലോ നിങ്ങൾക്ക് മനസ്സിലാകാതെ പ്രതീക്ഷിക്കുന്നു. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ആദ്യമേ നമുക്കൊരു കോഡ് ഉണ്ടാവും. അപ്പോൾ ഈ കോഡിൽ നിന്നാണ് നമ്മൾ ഫ്രീക്വൻസി കൗണ്ട് കണ്ടുപിടിക്കുന്നത്. ദാറ്റ് മീൻസ് ഈ f(n) എന്ന് പറഞ്ഞ് ഒരു ടൈം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ഇക്വേഷൻ പോലെ ചെയ്തു. എന്നിട്ട് നമ്മൾ അതിൽ നിന്നാണ് ഓർഡർ ഓഫ് ഗ്രോത്ത് കണ്ടുപിടിക്കുന്നത്. നമ്മൾ ഇത്ര നാളും ഈ 2 എക്സാമ്പിൾ ചെയ്തത് ഫ്രീക്വൻസി കൗണ്ടിൽ നിന്ന് ഡയറക്റ്റ് എങ്ങനെ ഓർഡർ കണ്ടുപിടിക്കാനാണ്. പിന്നെ നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു കോഡിൻ്റെ ഒരു സ്നിപ്പറ്റ് തരും. ദെൻ നമ്മൾ അവിടുന്ന് നമുക്ക് ഓർഡർ കണ്ടുപിടിക്കാം. ഓക്കെ, നമ്മൾ ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 3 ടൈംസ് ആണ്, 3 സ്റ്റേറ്റ്മെൻ്റ് ആണുള്ളത്. ഓക്കെ, ഈ 3 സ്റ്റേറ്റ്മെൻറ്റിൽ 3 പ്രാവശ്യം ഇത് എക്സിക്യൂട്ട് ചെയ്യും. സോ നമുക്ക് എങ്ങനെ എഴുതാം? f(n) എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? ഇത് എഴുതാം, വെറും 3 എന്ന് മാത്രം എഴുതാം. ഓക്കെ, അപ്പോൾ 3 എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് ഹൈ പവറുള്ള ടൈം എന്താണ്? ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ പവർ എന്ന് പറഞ്ഞാൽ n⁻0 ആണ്. അപ്പോൾ n⁻0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? 1 ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണം? ഓർഡർ ഓഫ് 1 എന്ന് എഴുതി. ഐഡിയ കൃത്യമാണെന്ന് വിചാരിക്കുന്നു, കത്തിന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ലാസ്റ്റ് കേസ് മനസ്സിലായില്ലെങ്കിൽ പ്രശ്നമില്ല, നമ്മളിനി അങ്ങോട്ട് ഇതേപോലെ തന്നെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. കളറിൽ പെട്ടിയിലാക്കി കൊടുത്തിട്ടുണ്ട്. ഈ 2 കാര്യങ്ങൾ എങ്ങനെ ചെയ്യാമെന്ന് നോക്കുക. ഓക്കെ, പിന്നെ നമുക്ക് ഈ പറയുന്ന പോലെ എങ്ങനെ ഫ്രീക്വൻസി കൗണ്ട് എന്ന് പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഫ്രീക്വൻസി കൗണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞു. നമുക്ക് എങ്ങനെ ഈ സാധനം കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇനിയുള്ള ടോപ്പിക്. ഓക്കെ, അപ്പം ഇത് നമുക്ക് 3 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. നിങ്ങളുടെ യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല. കാര്യം നമ്മളെ മൊഡ്യൂൾ എന്ന് പറയുന്ന അത്യാവശ്യം ഫസ്റ്റ് മൊഡ്യൂൾ ഇച്ചിരി വലുതാണ്. പക്ഷെ നിങ്ങൾ സീരീസ് എക്സാമിന് 100% ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതുവരെ നമ്മൾ പഠിച്ചത് നമുക്ക് മെയിനായിട്ട് ചോദിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചെയ്യാൻ ഉള്ളത് ഈ പറയുന്ന ഫ്രീക്വൻസി കൗണ്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിത് എന്താ ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ, നമ്മൾ ഒരു കോഡ്, ഒരു സ്നിപ്പറ്റ് ഓഫ് കോഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കോഡിൻ്റെ ഒരു പാർട്ട് ഉണ്ടാവും. നമ്മൾ ഈ പാർട്ടിൽ നിന്നും ഫ്രീക്വൻസി കൗണ്ട് കണ്ടുപിടിക്കുക. അതുവഴി നമ്മൾ ഓർഡർ ഓഫ് ഗ്രോത്ത് എത്തുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി ആ വർക്ക് ഫ്ലോ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. അതായത് ഒരു കോഡ് ഉണ്ടാവും, അതിൽ നിന്ന് നമ്മൾ ഫ്രീക്വൻസി കൗണ്ട് കണ്ടുപിടിക്കും. ഈ ഫ്രീക്വൻസി കൗണ്ട് ഒരു f(n) എന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ എഴുതും. ഈ f(n) എന്ന് പറഞ്ഞ സാധനത്തിൽ നിന്നും നമ്മൾ ഓർഡർ ഓഫ് ഗ്രോത്തിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫ്രീക്വൻസി കൗണ്ട് എന്ന് പറഞ്ഞ ഈ ഇക്വേഷനിൽ നിന്ന് നമ്മൾ ഓർഡർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാനിവിടെ പറഞ്ഞു.
എങ്ങനെയാണ്? ഏറ്റവും ഹയസ്റ്റ് ഡിഗ്രി ഉള്ള ടേം അല്ലെങ്കിൽ ഹയസ്റ്റ് പവറുള്ള സാധനം നമ്മൾ എടുക്കുക. അതിനെന്തെങ്കിലും കോഎഫിഷ്യൻ്റ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക. ആ ഹയസ്റ്റ് പവറുള്ള ടേം മാത്രം എടുക്കുക. അത് n സ്ക്വയർ എന്നാണെങ്കിൽ ഓർഡർ ഓഫ് n സ്ക്വയർ ആയിരിക്കും. ഓക്കെ, n ക്യൂബ് ആണെങ്കിൽ ഓർഡർ ഓഫ് n ക്യൂബ് ആയിരിക്കും. പിന്നെ നമുക്ക് ഇതെങ്ങനെ ഒരു ക്വസ്റ്റ്യനിലേക്ക് അപ്ലൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ ഫ്രീക്വൻസി കൗണ്ടാണ്. ഓക്കെ, അങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. കാൽക്കുലേറ്റ് ദ ഫ്രീക്വൻസി കൗണ്ട് ഓഫ് ഒരു കോഡ് തരും, അതിൻ്റെ കണ്ടുപിടിക്കുക. ഇനി അതല്ലെങ്കിൽ ഈ ഒരു ലൂപ്പ് വല്ലതാണ് തരുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്തുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുന്നു എന്ന് ചോദിക്കാം. അതായത് ഒരു കോഡ് തന്ന് കാൽക്കുലേറ്റ് ദ ഫ്രീക്വൻസി കൗണ്ട് ഫോർ ദ സ്റ്റേറ്റ്മെൻറ്റ് എസ് ഈക്വൽ ടു ഈ എസ് പ്ലസ് AI, അല്ലെങ്കിൽ ഈ ഒരു ലൂപ്പിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുന്നു എന്ന് ചോദിക്കാം. പ്രതീക്ഷിക്കുന്നു, മനസ്സിലാകുന്ന പ്രതീക്ഷിക്കുകയാണ്. അതായത് സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ഫ്രീക്വൻസി കൗണ്ട് എന്ന് ചോദിക്കാം. ഇനി അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അകത്തുള്ള എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഈ പറയുന്ന പോലെ അകത്തുള്ള എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് എത്ര ടൈംസ് എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നും ചോദിക്കാം. എന്ത് ചോദിച്ചാലും ഫ്രീക്വൻസി കൗണ്ട് എന്നുള്ളൊരു വേർഡുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ നമുക്കൊരു റൂൾസ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനുള്ള ഒരു 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. റൂളൊന്നും അല്ല, പക്ഷേ ഇത് ഇങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ പെട്ടിക്കകത്തായിരുന്നു മറ്റേത് കൊടുത്തിരുന്നത്. ഓക്കെ, നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് പഠിച്ചു. ഇത് മാത്രമേ നമുക്കിവിടെ പഠിക്കാനുള്ളൂ കേട്ടോ. ഇവിടെ ബേസിക് ആയിട്ട് നമുക്കൊരു 2 കാര്യങ്ങളുണ്ട്. കമൻറ്റ് അല്ലെങ്കിൽ ഈ ഡിക്ലറേഷൻ എന്ന് പറയുന്ന സാധനം നമ്മൾ ഇൻസ്ട്രക്ഷനായിട്ട് കൂട്ടുന്നില്ല. അതായത് കമൻറ്റ് എന്ന് പറഞ്ഞാൽ 2 ഹാഷ് ഇട്ട് പോകുന്നതിനാണ് കമൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ ഡീൽ ചെയ്യുന്ന ലാംഗ്വേജ് C ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ ഇൻസ്ട്രക്ഷനായിട്ട് കൂട്ടുന്നില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു ഡിക്ലെയർ ചെയ്യുന്ന ഒരു വേരിയബിളിൻ്റെ പേര്, അതായത് ഇൻറ്റ് എക്സ് എന്ന് പറഞ്ഞ് നമ്മളൊരു പ്രോഗ്രാമിൻ്റെ ആദ്യമേ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഒരു ഇൻസ്ട്രക്ഷനായിട്ട് കൂട്ടുന്നില്ല. മനസ്സിലാകുന്നത് പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ എന്തൊക്കെ സിറ്റുവേഷനിലാണ് ഒരു ഇൻസ്ട്രക്ഷൻ അല്ലാതെ ഇരിക്കുന്നത് എന്നാണ് ആദ്യത്തെ റൂളിൽ പറഞ്ഞത്. ഒരു കമൻറ്റ് വന്നാലും ഒരു വേരിയബിളിൻ്റെ പേര് ഡിക്ലെയർ ചെയ്താൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇൻറ്റ് എക്സ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ക്യാരറ്റ് A അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്യുവാണ്. അതായത് അവിടെ നമ്മൾ 0 എന്നുള്ളതാണ്, 0 ടൈംസ് എന്നുള്ളതാണ് നമ്മൾ എടുക്കുന്നത്. ഈ രണ്ടാമത്തെ ഒരു റൂൾ എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 5, അതായത് ഒരു ഇനീഷ്യലൈസേഷൻ വന്നു. ഇനി അതല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ നടന്നു. സം എന്ന് പറയുന്ന സാധനം എക്സ് പ്ലസ് ബിയോ അല്ലെങ്കിൽ A പ്ലസ് ബിയോ അങ്ങനെ എന്തെങ്കിലും, ഇപ്പം ഇതുപോലെ എന്തെങ്കിലും ഓപ്പറേഷൻ നടക്കും. അതായത് നിങ്ങൾക്കൊന്നുമില്ല, കമൻറ്റ് അല്ലെങ്കിൽ ഡിക്ലറേഷൻ വന്നു, അതിന് നമ്മൾ 0 ഇൻസ്ട്രക്ഷനായിട്ട് കൗണ്ട് ചെയ്യുന്നു. ബാക്കിയെല്ലാം ഓരോ ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. ഓക്കെ, അതായത് ഒരു സിംഗിൾ ഓപ്പറേഷനെ നമ്മൾ ഒരു ഇൻസ്ട്രക്ഷനായിട്ടായിരിക്കും കൗണ്ട് ചെയ്യുന്നത്. കമൻറ്റ് വന്നാലും ഇനീഷ്യലൈസ് ചെയ്താലും നമ്മളതിനെ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ 2 റൂള്. ഒരു ക്ലാരിറ്റി കുറവുണ്ടെങ്കിലും പ്രശ്നമില്ല. നമ്മളിനി അങ്ങോട്ട് ഒരു 6-7 കേസസ് നോക്കും. അതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ഒരു വർക്കിംഗ് ആയിരിക്കും പറയുന്നത്. ഒരു 4 കേസ് നിങ്ങൾ കാണാതെ പഠിക്കുക. അല്ലെങ്കിൽ ഞാനിപ്പം ഓൾറെഡി ബേസിക് ആയിട്ടുള്ള ഐഡിയ പറയും, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും. ഇനി അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ഈ ഒരു 4 കേസ് ഞാൻ ഇനി പറയാം. ഓക്കെ, നമ്മൾ നമ്പർ ഇട്ടിട്ടുണ്ട്. അതുപോലെ നമ്മൾ പറയും. അപ്പോൾ ആ കേസ് നിങ്ങൾക്ക് അത്യാവശ്യം ഒന്ന് മനസ്സിലായില്ലെങ്കിലും അതിൻ്റെ ഓർഡർ എത്രയാണെന്ന് കണ്ടുപിടിക്കുക, അതായത് പഠിച്ചു വെക്കുക. ദെൻ നമ്മളൊരു ഷോർട്ട് കട്ട് കൂടെ പറയും. അപ്പോൾ നിങ്ങൾക്ക് ഈ എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് ഒരു പേടിക്കേണ്ട ഒരാവശ്യവുമില്ല. നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനാണ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് അറിയാം, റൂളൊക്കെ അറിയാം. ഓൾറെഡി ഇവിടെ ആൻസർ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളത് നോക്കരുത്, നിങ്ങൾ എങ്ങനെയാണ് വർക്കിംഗ് എന്ന് നോക്കുക. ഇത് നമ്മുടെ ഫംഗ്ഷൻ കോളാണ്. ഓക്കെ, അത് നമ്മളെ ബാധിക്കുന്നില്ല. ഇവിടെ നമ്മൾ ഇൻറ്റ് എസ് ഈക്വൽ ടു 0 എന്ന് പറയും. ഇത് പറയാം നമുക്ക് ഇതാണ്, അതായത് ഇനീഷ്യലൈസേഷനാണ്. അതായത് എക്സിന് ഒരു വാല്യൂ കൊടുത്തു, അവിടെ നമുക്കത് ഒരു ഇൻസ്ട്രക്ഷനായിട്ട് കൗണ്ട് ചെയ്യാം. ഓക്കെ, ദെൻ നമുക്കൊരു ഫോർ ലൂപ്പാണ്. അപ്പോൾ നമുക്ക് ഇവിടെ പറയാനുള്ളത് ഈ എക്സാമ്പിൾ ഇട്ടതിൻ്റെ തന്നെ കാര്യം ഒരു ഫോർ ലൂപ്പിൻ്റെ വർക്കിംഗ് പഠിക്കുക. ഓക്കെ, ഒരു ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് നമുക്ക് പറയാം. ഒരു ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു i ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ഇനീഷ്യലൈസേഷൻ ഉണ്ട്. അതായത് ഐക്ക് ഒരു വാല്യൂ കൊടുക്കുന്നുണ്ട്. ഇതിനൊരു കണ്ടീഷൻ എത്തുന്ന വരെയാണ് ഈ ലൂപ്പ് വർക്കാവുന്നത്. ഓക്കെ, അതിനെയാണ് i<n കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഐയുടെ വാല്യൂ എന്താണ് ചെയ്യേണ്ടത്, അതായത് ഓരോ ഐട്രേഷൻ കഴിയുമ്പോഴും ഐയുടെ വാല്യൂ എന്ത് കൂടുവാണോ കുറയുവാണോ അത് മൾട്ടിപ്ലൈ ചെയ്യുവാണോ അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കൊരു ഫോർ ലൂപ്പ് എടുത്ത് നോക്കാം. ഇവിടെ നിങ്ങൾ n-ന് ഒരു 2 എന്ന വാല്യൂ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ n 2 എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ ലൂപ്പിൻ്റെ വർക്കിംഗ് ഒന്ന് നമുക്ക് പറഞ്ഞു നോക്കാം. ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്, അറിയാവുന്നവർ ക്ഷണിക്കുക.
കേട്ടോ, അത് ഇതില്ലാത്തവരും ഉണ്ടാവും. അപ്പോൾ ഒരു ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞാൽ I = 0. അപ്പോൾ ഐയുടെ വാല്യൂ ആദ്യമേ എന്താണ്? ഐയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ ഐയുടെ വാല്യൂ 0 ആകുമ്പോൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ഈ ഒരു ഡയറക്ഷനിൽ തന്നെയാണ് നമ്മുടെ ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ അങ്ങനെ തന്നെ നോക്കാം. ഐയുടെ വാല്യൂ 0 ആണ്. I <n ആണോ? അതായത് ഇവിടെ n എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 0 <2 ആണോ? അതെ, ആണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്താ ചെയ്യുന്നത്? ഇവിടെ നിന്നും നമുക്ക് ലൂപ്പിൻ്റെ അകത്തേക്ക് കയറും. ശരിയാണെങ്കിൽ മാത്രം ഈ പറയുന്ന ലൂപ്പിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്, അതിനാണ് ലൂപ്പിലുള്ള ബ്ലോക്ക് എന്ന് പറയും. അതിനെയാണ് നമ്മൾ ഇവിടെ ഒരു കേർലി ബ്രേസസിലും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത് എന്താ? എസ് എന്ന് പറയുന്നതിന് S+A(i) എന്ന് കൊടുത്തേക്കുവാണ്. അതായത് ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെങ്കിൽ മാത്രം അകത്തേക്ക് കയറുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെങ്കിൽ എസ് എന്ന് പറയുന്ന സാധനത്തിലേക്ക് S+A(i) എന്ന് പറയും. അതായത് എസിൻ്റെ വാല്യൂ ഏറ്റവും ആദ്യമേ എന്തെങ്കിലും 0 എന്ന് പറഞ്ഞ് നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെച്ചു. 0+i A(i) എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന എത്ര ടൈംസ് ആണ് നമുക്ക് ഈ ഐയുടെ വാല്യൂ ഏതാണ് അത് നമ്മൾ ഈ എസിൻ്റെ കൂടെ ആഡ് ചെയ്യും. അകത്തുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. ഓക്കെ, മനസ്സിലായവർ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാം കേട്ടോ. I = 0 നോക്കി, അത് ശരിയാണ്. അപ്പോൾ ഈ ആദ്യമേ ഒരു പ്രാവശ്യം ഈ ലൂപ്പ് വർക്ക് ചെയ്തു. ദെൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ഐയുടെ വാല്യൂ ഒന്ന് കൂട്ടും. അതെ, അതിനാണ് I++ എന്ന് പറയുന്നത്. അതായത് നിലവിലുള്ള ഇപ്പം 1 എന്നാണ് വാല്യൂ എങ്കിൽ ++ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഒന്നുകൂടി കൂട്ടുക. അപ്പം നിലവിലുള്ള വാല്യൂ 2 ആവും. അപ്പോൾ ഇവിടെ ഈ കോൺടാക്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിലവിലുള്ള വാല്യൂ 0 ആണ്. I++ എന്ന് പറഞ്ഞാൽ ഈ കണ്ടീഷൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ, ഒന്ന് കൂടും. ഇപ്പം 0ൽ നിന്നും 1 ആവും. ഓക്കെ, അപ്പോൾ 1 ആയി. അപ്പോൾ ഇപ്പം ഐയുടെ വാല്യൂ എത്രയാണ്? 1 ആണ്. പിന്നെ എന്താ? പിന്നെ ഇതിലേക്ക് പോയി, ഇപ്പം ഇങ്ങോട്ട് വന്നു. അപ്പം I = 0 എല്ലായിട്ടും I = 1 ആണ്. അപ്പോൾ ഈ 1 <2 ആണോ നോക്കും? ആണ് അല്ലേ? 1 <2 ആണോ? ആണ്, നമുക്കറിയാം. അപ്പോൾ ഇതൊന്നും കൂടി എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പോൾ 2 തവണ ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ദെൻ എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ലൂപ്പിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ നിലവിൽ നമ്മുടെ ഐയുടെ വാല്യൂ 1 ആണ്. ഇനി നമ്മൾ ഐയുടെ വാല്യൂ 1 ആണോ? സോറി, ഐയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ ഈ 1 എന്ന് പറയുന്ന സാധനം ഒന്ന് കൂട്ടുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് I++ എന്ന് പറയും. അപ്പോൾ ഇപ്പോൾ ഐയുടെ വാല്യൂ എത്രയായി? 2 ആയി. അപ്പോൾ 2 ആണോ നമ്മൾ ചെക്ക് ചെയ്യണം. എന്നാലല്ലേ നമ്മൾ 2 അല്ലെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതായത് 2 ആണോ? അല്ല. അപ്പോൾ ചെക്ക് ചെയ്യാൻ നമുക്കറിയത്തില്ല. ഓക്കെ, അപ്പം ഇവിടെയും ഒരു പ്രാവശ്യം ചെക്ക് ചെയ്യണം. 3 പ്രാവശ്യം ടോട്ടലി ലൂപ്പിലും ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ 2 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇവിടെ n എന്ന് പറയുന്നത് 2 ആയപ്പം n ടൈംസ് ഈ ലൂപ്പ് വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ റൺ ചെയ്തു, പ്ലസ് ഒരു തവണ. ഇതാണ് ആ ഒരു തവണ. അതായത് ഒരു പ്രാവശ്യം ഈ കണ്ടീഷൻ തെറ്റാണെന്ന് നമുക്ക് നോക്കാൻ വേണ്ടി ലൂപ്പ് വർക്ക് ചെയ്യണം. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു ലൂപ്പിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ n+1 ടൈംസ് ഈ പറയുന്ന I<n എന്ന് പറഞ്ഞാണെങ്കിൽ, അതായത് നമ്മുടെ ലൂപ്പിൽ I<n എന്ന് പറഞ്ഞാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കിടക്കുന്നതെങ്കിൽ നമുക്കവിടെ n+1 ടൈംസ് ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് മനസ്സിലായവരൊക്കെയാണ്. മനസ്സിലായിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് ഒന്നുകൂടെ പോയി ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു ലൂപ്പ് എടുത്ത് എഴുതുക. ഇപ്പം ഞാൻ I2 എന്ന് പറഞ്ഞ് എന്നിന് ഒരു വാല്യൂ കൊടുക്കുക. നിങ്ങൾ ഈ ലൂപ്പ് ഒന്ന് എഴുതുക. ഓരോ പ്രാവശ്യം ഇറ്ററേഷൻ ഒന്ന് എഴുതി നോക്കുക. എത്ര പ്രാവശ്യം ഈ I<n എന്ന് പറഞ്ഞ ടേം എക്സിക്യൂട്ട് ചെയ്യുന്നത് നോക്കുക. അതായത് ഇവിടെ ഐയുടെ വാല്യൂ, അതായത് ഇവിടെ എന്നിൻ്റെ വാല്യൂ 2 എന്ന് കൊടുത്താൽ, n = 2 എന്ന് കൊടുത്താൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് മൊത്തം 2+1 = 3 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ സ്റ്റേറ്റ്മെൻറ്റ് I<n എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എത്ര പ്രാവശ്യം നടക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതായത് n ടൈംസ്, അതായത് 2 ടൈംസ് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യും. അതായത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ 0 ആണോ? ആണ്. അപ്പോൾ ഇത് ഒരു തവണ ചെക്ക് ചെയ്തു. ഓക്കെ, ഇവിടെ ഒരു തവണ ചെക്ക് ചെയ്തു. ഇനി എന്താ ചെയ്യുന്നത്? 0യുടെ വാല്യൂ ഒന്ന് കൂട്ടി. അപ്പോൾ 1 <2 ആണോ നോക്കും. ആണ്. അപ്പോൾ ഇവിടെ 2 തവണ ചെക്ക് ചെയ്തു. അപ്പോൾ ഇത് 2 തവണ എന്ന് പറഞ്ഞാൽ ഇത് കറക്റ്റ് ആവാൻ വേണ്ടി ചെക്ക് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ കറക്റ്റ് ആണ്, അപ്പോൾ അതുകൊണ്ട് ചെക്ക് ചെയ്യുന്നു. then നമുക്കിത് ഒരു തവണയും കൂടി ചെക്ക് ചെയ്യണം. എന്നാൽ മാത്രം ഇത് പിന്നെ നമ്മൾ നോക്കിയുമ്പോൾ 2 ആണോ? അല്ല. അപ്പോൾ ഇത് ഇൻകറക്റ്റ് ആവാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു തവണയും കൂടി ചെക്ക് ചെയ്യുന്നത്. ആ ഒരു തവണയാണ് ഇവിടെ നമ്മൾ പ്ലസ് എന്ന് പറയാൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മൊത്തം ഈ ഒരു n = 2 എന്നൊരു സിറ്റുവേഷനിൽ നമുക്ക് 3 തവണ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളിവിടെ കൗണ്ട് ചെയ്തു. എസ് എന്ന് പറയുന്ന സാധനം ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ I = 0 എന്ന് പറയുമ്പോൾ എന്താ? നമുക്കറിയാം ഇതേപോലെ തന്നെയാണ്. അതായത് ഇതേപോലെ തന്നെയാണ്
ഇതും ഈ പാർട്ടും ഇതും ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഐ ലെസ് ദാൻ എൻ എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്? n+1 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഈ I++ എന്ന് പറഞ്ഞാൽ എന്താ? അത് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്? നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് n ടൈംസ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ജനറലായിട്ട് പറയുകയാണ്, എന്നിന് നിങ്ങൾ ഏത് വാല്യൂ കൊടുക്കണം അപ്പോൾ അത്രയും പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ തന്നെ നോക്കുക, n=2 എന്നുള്ളൊരു കണ്ടീഷൻ എടുക്കാം. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഐയുടെ വാല്യൂ എപ്പോഴൊക്കെയാണ് കൂട്ടുന്നത്? നമ്മൾ ശരിയായിട്ടുള്ള കണ്ടീഷൻസിന് മാത്രമേ നമ്മൾ ഐയുടെ വാല്യൂ കൂട്ടുന്നുള്ളൂ. അതായത് ഐ നമ്മൾ ആദ്യത്തെ ഇറ്ററേഷനിൽ എന്താ ചെയ്യുന്നത്? ഐയുടെ വാല്യൂ 0 എന്നാണ്. ഇപ്പോൾ 0 <2 ആണെങ്കിൽ കണ്ടീഷൻ എക്സിക്യൂട്ട് ചെയ്തു, അതിന് ശേഷമാണ് ഐയുടെ വാല്യൂ കൂട്ടുന്നത്. അപ്പോൾ ആണെങ്കിൽ മാത്രമേ ഐയുടെ വാല്യൂ കൂട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പ്രാവശ്യം ഐയുടെ വാല്യൂ കൂട്ടി. നിങ്ങൾക്ക് എല്ലാം കൂടി ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ വരരുത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഒരു പ്രാവശ്യം ഈ ഐയുടെ കാര്യം എഴുതി, ഒരു പ്രാവശ്യം ഐയുടെ വാല്യൂ കൂടി. then നമ്മൾ I<2 എത്തി. അപ്പോൾ I<2 ആണ്. അപ്പോൾ അവിടെ കണ്ടീഷൻ എക്സിക്യൂട്ട് ചെയ്തു. എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഐയുടെ വാല്യൂ കൂട്ടി. ദെൻ 2 അപ്പോൾ ഐയുടെ വാല്യൂ പിന്നെ 2 ആയി. ഓക്കെ, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഐയുടെ വാല്യൂ 2 ആയി. അപ്പോൾ 2 ആവാൻ നോക്കി, അല്ല. അപ്പോൾ അവിടെ വെച്ചാൽ ലൂപ്പ് ലൂപ്പ് തീർന്നു. ഓക്കെ, അത് കണ്ടീഷൻ തെറ്റാണ്, അതുകൊണ്ട് ലൂപ്പിൻ്റെ പുറത്ത് വന്നു. അപ്പോൾ പിന്നെ ഐയുടെ വാല്യൂ കൂടുന്നുണ്ട്? ഇല്ല. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 1 2 ടൈംസ് ആണ് ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തത്. അതായത് n ടൈംസ് ആണ് എക്സിക്യൂട്ട് ചെയ്തത്. എൻ്റെ വാല്യൂ ഇവിടെ 2 ആയതുകൊണ്ട് 2 ടൈംസ് എക്സിക്യൂട്ട് ചെയ്തു. ഇപ്പോൾ ഈ I++ എന്ന് പറഞ്ഞാലും I- എന്ന് പറഞ്ഞാൽ n ടൈംസ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതേസമയം I<n എന്ന് പറഞ്ഞൊരു പാർട്ട് നിങ്ങൾ ഏത് ലൂപ്പിൽ കണ്ടാലും അവിടെ n+1 ടൈംസ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. I=0 എന്ന് പറഞ്ഞാൽ അത് ഒരു തവണയായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ എന്തൊരു ഇനീഷ്യലൈസേഷൻ അല്ലെങ്കിൽ ഈ പറയുന്നത് ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ വന്നാൽ അവിടെ ഒരു തവണയായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമുക്ക് ഇവിടെ 1 ഉണ്ടെന്ന് മനസ്സിലായി. ഈ ലൂപ്പിന് മൊത്തം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ലൂപ്പിന് മൊത്തം, അതായത് ഇവിടെ തൊട്ട് ഇവിടെ എത്ര ടൈംസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ഇൻസ്ട്രക്ഷൻ ഉണ്ട്? I=0, അപ്പോൾ അതൊരു 1 ആണ്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ I<n എന്ന് പറഞ്ഞാൽ എന്താണ്? 1+, പിന്നെ ഇതിൻ്റെ പാർട്ട് നമ്മൾ ഇത്രയാണ് നമ്മൾ എഴുതി. ഇപ്പോൾ n+1 എന്ന് കണ്ടു. I+ എന്ന് പറയുമ്പോൾ ഒരു തവണ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യും. ദാറ്റ് മീൻസ് n ടൈംസ്. ഓക്കെ, അതാണ് നമ്മളിവിടെ എഴുതിയേക്കുന്നത്. ഈ ലൂപ്പ് എന്ന് പറയുന്ന സിറ്റുവേഷനിൽ നമുക്ക് 1 + n+1 + n എന്ന് പറയും 2n+2 ടൈംസ് ഒരു ലൂപ്പ് എന്ന് കണ്ടാൽ നമ്മളത് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഓക്കെ, ദെൻ നമുക്ക് ഈ ലൂപ്പിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്? ആ ലൂപ്പ് ശരിയാവുമ്പോഴെല്ലാം ആ ലൂപ്പിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് n ടൈംസ് അത് റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, n ടൈംസ്. പിന്നെ ലാസ്റ്റ് ഈ ലൂപ്പിൻ്റെ പുറത്ത് റിട്ടേൺ എസ് എന്ന് പറഞ്ഞു കൊടുത്തു. ദാറ്റ് മീൻസ് ഈ ലൂപ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ, ലൂപ്പിന് ബ്രേക്ക് ആയി കഴിയുമ്പോൾ ഒരു പ്രാവശ്യം മാത്രമേ ഈ റിട്ടേൺ എസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത്ര കാര്യങ്ങൾ കിട്ടിയാൽ, അപ്പോൾ നമ്മളൊരു പ്രോഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യമേ തൊട്ട് ലാസ്റ്റ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്നു. ഈ ഒരു സാധനം നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല കേട്ടോ. കാരണം ആർക്കൊരു ഡൗട്ട് വരില്ല. നമ്മൾ ഇനീഷ്യലൈസേഷൻ തൊട്ടാണ് നമ്മൾ കമൻറ്റിൻ്റെയും കാര്യങ്ങളും ഈ പറയുന്ന ഒരു ഡിക്ലറേഷൻ പാർട്ടും നമ്മൾ ഇഗ്നോർ ചെയ്ത് പോകുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. p=0 ഒരു തവണയായിരിക്കും ഉള്ളത്. ഒക്കെ നമ്മൾ ലൂപ്പിന് മൊത്തം നമ്മൾ വളരെ ആക്യുറേറ്റ് ആയിട്ടാണ് ഇത്രയും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഒരു അപ്രോക്സിമേഷൻ നോക്കിയാൽ പോലും മൊത്തം ഒരു അപ്രോക്സിമേഷനാണ്, പക്ഷെ അതിൽ തന്നെ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു അപ്രോക്സിമേഷൻ നമുക്ക് ചെയ്യാം. ഒരു ലൂപ്പ്, ഒരു ഫോർ ലൂപ്പ് I=0, I<n, I++ എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്ന കാര്യം നമ്മൾ എടുക്കും. ഓക്കെ, എൻ്റെ ബാക്കി നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ജസ്റ്റ് ഒരു അപ്രോക്സിമേഷനാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ മെറ്റീരിയലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലയിടത്തൊക്കെ ഇതുപോലെ കാണും. നമ്മൾ ആ ടെക്സ്റ്റിലൊക്കെ ഇങ്ങനെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഒരു അപ്രോക്സിമേഷൻ ബേസിസിലായിരിക്കും കാണിച്ചിരിക്കുന്നത്. അപ്രോക്സിമേഷൻ വേറെ ഒന്നുമല്ല. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതൊരു 1 ടൈംസ് മാത്രമേ ഈ പാർട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ. ഇവിടെ നമുക്ക് n+1 ടൈംസ് ഉണ്ട്. n+1 ആണ്. n+1 ടൈംസ് ഈ പാർട്ട് മാത്രം എക്സിക്യൂട്ട് ചെയ്യും. ഇത് n ടൈംസ് എക്സിക്യൂട്ട് ചെയ്യും. നമ്മൾ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുന്ന കാര്യം നമ്മളങ്ങ് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ n+1 ആണ് ഏറ്റവും വലുത് എന്നിനേക്കാളും, അല്ലേ? അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഒരു ലൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞാൽ n+1 എന്നങ്ങ് എടുക്കും. ഓക്കെ, അതായത് ഒരു ഫോർ ലൂപ്പ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിന് ഇൻസ്ട്രക്ഷൻ കൗണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്രീക്വൻസി കൗണ്ട് എന്ന് പറഞ്ഞ ഒരു ഫോർ ലൂപ്പിന് നമ്മൾ എടുക്കുന്നത് n+1 ആണ്. കാരണം എന്താ? ഏറ്റവും കൂടുതലുള്ളതാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇങ്ങനെ ഇപ്പം നമ്മൾ കൃത്യമായിട്ട് ഞാൻ എടുത്തു, വേറൊരാൾ തെറ്റായ മീൻസ് ഇങ്ങനെ അപ്രോക്സിമേഷൻ എടുത്തു, പിന്നെ വരുമ്പോൾ നമുക്ക് കാൽക്കുലേഷൻ വരുമ്പോൾ ശരിയാവോ? അങ്ങനെയൊരു ചിന്ത നിങ്ങൾക്ക് വരാം.
അങ്ങനെ വന്നാൽ നമുക്കത് ശരിയാവും. അത് നിങ്ങൾ ഇനി നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. രണ്ട് രീതിയിൽ നമുക്ക് പറഞ്ഞു പോകാം. അപ്പോൾ നമുക്ക് ആദ്യമേ കൃത്യമായിട്ടുള്ള രീതി എടുക്കാം. ദാറ്റ് മീൻസ് 2n+2. ഓക്കെ. ഇനി അതല്ലെങ്കിൽ നമ്മൾ അപ്രോക്സിമേഷൻ ചെയ്ത് നമുക്ക് ഒരു ഫോർ ലൂപ്പിനെ n+1 എന്ന് പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ. അപ്പം നമ്മൾ ഇനി നമുക്കപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ കാര്യങ്ങൾ നമുക്ക് കിട്ടി. അതായത് ഫ്രീക്വൻസി കൗണ്ട് നമുക്ക് കിട്ടി. നമുക്ക് ഇനി അതിനൊരു ഇക്വേഷനായിട്ട് എഴുതാം. എങ്ങനെ ഇക്വേഷൻ ആക്കുന്നത്? സിമ്പിളല്ലേ. ഇങ്ങനെ എല്ലാത്തിനും കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് മൊത്തം സമ്മാണ്. ഇതിൻ്റെ മൊത്തം സമ്മാണ് നമ്മുടെ ഫ്രീക്വൻസി കൗണ്ട് അല്ലെങ്കിൽ f(n) എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചു. അപ്പോൾ ഈ f(n) എങ്ങനെ എഴുതുന്നത്? ഇത് കൂട്ടുക. അതായത് ഇവിടെ നമുക്ക് 2n+2 ആണ്. ഇവിടെ ഒരു 1 ഉണ്ട്. അപ്പോൾ 1+2 കൂട്ടി കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ കൂട്ടണം. 3 ചെയ്തു. പിന്നെ ഒരു n ഇവിടെ ഉണ്ട്. ഇപ്പോൾ 3n കിട്ടി. അതായത് 2n+2 +1 +n+1. അതായത് ഇത് മൊത്തം കൂട്ടുക. എല്ലാ ഫ്രീക്വൻസിയും കൂടി കൂട്ടുക. നിങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും 2n+2 അത് ലൂപ്പിൻ്റെ ആണ്. +n എന്ന് പറയുന്നത് ലൂപ്പിൻ്റെ അകത്തുള്ളതാണ്. അതാണ് ബോഡി എന്ന് പറഞ്ഞിരിക്കുന്നത്. +2 എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ 1 കൂടി കൂട്ടിയാണ് 2 വന്നേക്കുന്നത്. മൊത്തം നിങ്ങൾ കൂട്ടി കഴിഞ്ഞാൽ 3n+4 എന്ന് കിട്ടും. ഓക്കെ. ഇപ്പോൾ 3n+4 എന്ന് പറഞ്ഞു അതെന്താണ്? f(n) ആണ്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഫ്രീക്വൻസി കൗണ്ട് എന്ന് പറയുന്നതാണ് f(n). അപ്പോൾ അതിന് നമുക്ക് 3n+4 എന്ന് കിട്ടി. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഓർഡർ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. നമുക്കറിയാമേ 3n+4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും വലിയ ഓർഡർ ഉള്ളതാണ്, ഏറ്റവും വലിയ പവർ ഉള്ളത് നമ്മൾ എടുക്കാനുള്ളതാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. അപ്പോൾ 3n+4 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പവർ എന്താ? ഈ n എന്ന് പറയുന്ന പേയ്മെൻറ്റ് പവറാണ് നോക്കേണ്ടത്. പിന്നെ ഇവിടെ n⁻1 ആണ് ഏറ്റവും കൊടുത്ത വലിയ പവർ. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കോഫിഷ്യൻ്റ് ആയിട്ടൊരു 3n കാണാം. ഈ 3 എന്ന് പറയുന്ന സാധനം നമുക്ക് വേണ്ട, അത് വെട്ടിക്കളഞ്ഞു. ആദ്യമൊക്കെ നിങ്ങളിങ്ങനെ വെട്ടിക്കളയാൻ നോക്കിയാൽ മതി. പിന്നീട് എത്തുമ്പോൾ നിങ്ങൾക്ക് ഈ ഇതൊന്നും എഴുതേണ്ട വരുന്നത് നേരെ നിങ്ങൾക്ക് ഓർഡർ ചെയ്താൻ പറ്റും. ഓക്കെ. ഇപ്പോൾ f(n) എന്ന് പറയുന്നത് 3n+4 ആണ്. നമുക്ക് ഇതിൽ നമുക്ക് ഓർഡർ എന്ന് പറയുന്ന സാധനം നമുക്ക് കിട്ടിയ എന്താണ്? ഈ ഏറ്റവും പവറുള്ള ഏതാണെന്ന് എടുത്തു. അത് n⁻1 ആണ്. ദാറ്റ് മീൻസ് 3n എന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കോഎഫിഷ്യൻ്റ് ആവശ്യമില്ല. 3 എന്ന് പറയുന്ന സാധനം വെട്ടിക്കളഞ്ഞു. നിങ്ങൾക്ക് ഇവിടെ കിട്ടും n എന്ന് പറയുന്നതാണ് ഓർഡർ. പിന്നെ ഞാൻ പറയുകയാണ് ഈ n+1 വെച്ച് ചെയ്താൽ നിങ്ങൾക്ക് എന്തായിരിക്കും കിട്ടുന്നത്? ഒരു ലൂപ്പിനെ നമ്മളിവിടെ 2n+2 എന്ന് പറഞ്ഞാണ് നമ്മൾ ഇപ്പം ചെയ്തത്. ഇനി അതല്ല നിങ്ങൾ n+1 എന്ന് പറഞ്ഞെടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഓർഡർ എന്ന് പറയുന്നത് ഓർഡർ ഓഫ് n തന്നെയായിരിക്കും. സംശയമുള്ളവർക്ക് നോക്കുക. n+1 എന്ന് പറയുമ്പോൾ ഇവിടെ n+2 കിട്ടി. അതായത് ഈ 1 കൂടി കൂട്ടിയതാണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു n ഉണ്ട്. അപ്പോൾ ഈ n കൂടി കൂട്ടുക. അപ്പോൾ ഇവിടെ എന്തായിട്ട് 2n കിട്ടി. 2n പ്ലസ് പിന്നെ ഇവിടെ ഒരു 1 ഉണ്ട്. അപ്പോൾ 2n+3 എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ അതായത് 2n+3 എന്ന് കിട്ടി f(n). അപ്പോൾ നിങ്ങൾക്ക് f(n) മാറ്റം വരും. ഓക്കെ. അപ്പോൾ f(n) എന്ന് പറയുന്ന സാധനം 2n+2 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർഡർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഏറ്റവും ഹയസ്റ്റ് ഡിഗ്രി ഏതാണ്? തീർച്ചയായിട്ടും 2n ആയിരിക്കും. അതിൻ്റെ കോഎഫിഷ്യൻ്റ് നമ്മൾ കളഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് കിട്ടി കഴിയുമ്പോൾ ഓർഡർ ഓഫ് n എന്ന് തന്നെ എവിടെയും കിട്ടും. ഓക്കെ, മനസ്സിലാകുന്ന പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ ഒരു ലൂപ്പ് എന്ന് കണ്ടാൽ നമ്മൾ ഫോർ ലൂപ്പ് എന്ന് കണ്ടാൽ നമ്മൾ സിമ്പിളായിട്ട് n+1 എന്ന് തന്നെ എടുക്കാം. ഓക്കെ. അപ്പം ജസ്റ്റ് അങ്ങനെ ഒരു അസംഷനിൽ പോകുമായിരിക്കും. ടെസ്റ്റിലൊക്കെ അങ്ങനെ ആയിരിക്കും. അങ്ങനെ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് പോകണം എന്നുള്ളവർ ഇതേപോലെ തന്നെ ചെയ്യുക. ഇങ്ങനെ ചെയ്താലും ഒരു മാർക്ക് പോലും കുറയത്തില്ല. 3 മാർക്കിനോ 4 മാർക്കിനോ ഒക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഈ മെത്തേഡ് വഴി ഫോളോ ചെയ്താലും ഒരു മാർക്ക് പോലും പോകത്തില്ല. കൃത്യമായിട്ട് ചെയ്ത് നമ്മൾ തെറ്റിക്കുന്നതിനേക്കാളും എളുപ്പമായിരിക്കും നമ്മൾ അപ്രോക്സിമേഷനെടുത്ത് എളുപ്പത്തിൽ ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, ഞാൻ ഇനി അങ്ങോട്ട് പോകുമ്പോൾ n+1 എന്നുള്ള രീതിയിലായിരിക്കും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മളെങ്ങനെ ഒരു ഫോളോ അപ്പ് എന്ന് മനസ്സിലാക്കി. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു 2 ടിപ്പ് പറഞ്ഞു തരുവാണ്. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിൽ വെക്കുക, പേപ്പറിൽ എഴുതി വെക്കരുത് കേട്ടോ. അപ്പം ഒരു ലൂപ്പാണ് ഉള്ളതെങ്കിൽ ഓർഡർ എന്ന് പറയുന്ന സാധനം n ആയിരിക്കും. 2 ലൂപ്പ് ഉണ്ടെങ്കിൽ ഓർഡർ എന്ന് പറയുന്ന സാധനം n² ആയിരിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം പറഞ്ഞു തരുന്നതാണ്. ഇതൊരിക്കലും ഒരു റൂളോ കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ ഇത് മോസ്റ്റ്ലി നിങ്ങളുടെ ക്വസ്റ്റ്യനിലൊക്കെ ഇങ്ങനെ തന്നെയായിരിക്കും. ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ എത്ര ലൂപ്പ് ഉണ്ടെന്നെങ്കിലും നോക്കി ഇത് എഴുതി വെക്കുക. ഓർഡർ എന്ന് പറയുന്ന സാധനമാണ്. ഓർഡറാണ് കേട്ടോ, ഈ ഓർഡർ എന്ന് പറയുന്ന സാധനമാണ്. നിങ്ങൾ നോക്കുക, ഓർഡർ എന്ന് പറയുന്ന സാധനം എന്താണ്? ഓഫ് n ഇങ്ങനെ എഴുതുന്നതിനെയാണ് ഓർഡർ എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ അവിടെ f(n) ഒന്നും കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലേക്ക് പെട്ടെന്നൊന്ന് ഓർത്ത് വെക്കാം. ഒരു 90% കേസുകളിലും ഇത് ശരിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിതങ്ങ് പറയണമേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെയിം ഒരു പാറ്റേണുള്ള ഒരു കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളിത് പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ തുടങ്ങുന്ന കേസസ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കാണാതെ പിടിച്ച് നോക്കുക. മനസ്സിലാവുന്നവർക്ക് കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല.
നീ അങ്ങോട്ടല്ല മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനിൽ പോകുന്നൊരു ജസ്റ്റ് ഒന്ന് ഓരോ ഓർഡർ എത്രയായിരിക്കും ഓർഡർ ഓഫ് എന്ന് പറഞ്ഞ കാര്യം ജസ്റ്റ് ഒന്ന് പഠിച്ചോടിച്ച് പോവാം ഇവിടെ തൊട്ടുള്ള കേസ്. ഇപ്പോൾ ഇവിടെ നമുക്ക് സെയിം ഐഡിയ തന്നെയാണ്. ഒരു ഫോളോ അപ്പ് ആണുള്ളത്, നോർമൽ ഫോളോ അപ്പ് ആണ്. അതായത് ഐയുടെ വാല്യൂ 0 ആയും ഐയുടെ വാല്യൂ ലെസ് ദാൻ n ആകുമ്പോൾ ഐയുടെ വാല്യൂ കൂടുക. 3 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇത് ജസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ്. അതായത് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. ഇവിടെ A+B എന്നോ അത് നമ്മളെ ബാധിക്കുന്നില്ല. എന്താണ് അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്നോ. സിമ്പിളായിട്ട് അത് ഫോർ ലൂപ്പ് വന്നാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഒരു ഫോർ ലൂപ്പ് നമ്മൾ n+1 നമ്മൾ എടുത്തു. ചിലയിടത്തൊക്കെ നോട്ടിലൊക്കെ നമ്മൾ n+1 എന്ന് പറയുന്നതിന് പകരം ഒരു ലൂപ്പിന് n എന്ന് വരെ എടുക്കാറുണ്ട്. പക്ഷെ നമ്മൾ n+1 എന്നാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. I ലെസ് ദാൻ n എന്ന് പറയുമ്പോൾ നമ്മൾ n+1 എന്നായിരിക്കും ഒരു ലൂപ്പിൻ്റെ കണ്ടീഷൻ എടുക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ഈ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും? n ടൈംസ് എക്സിക്യൂട്ട് ചെയ്യും. സ്റ്റേറ്റ്മെൻറ്റ് 1 n ടൈംസ് എക്സിക്യൂട്ട് ചെയ്യും. സ്റ്റേറ്റ്മെൻറ്റ് 2 n ടൈംസ് എക്സിക്യൂട്ട് ചെയ്യും. സ്റ്റേറ്റ്മെൻറ്റ് 3 n ടൈംസ് എക്സിക്യൂട്ട് ചെയ്യും. ദാറ്റ് മീൻസ് ലൂപ്പിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് n ടൈംസ് എക്സിക്യൂട്ട് ചെയ്യും. n ടൈംസ് ആണ് ഈ ലൂപ്പ് കറക്റ്റ് ആവുന്നത്, അല്ലെങ്കിൽ ലൂപ്പിൻ്റെ കണ്ടീഷൻ കറക്റ്റ് ആവുന്നത്. അത്രയും പ്രാവശ്യം ലൂപ്പിൻ്റെ അകത്തുള്ള കാര്യം എന്തായാലും എക്സിക്യൂട്ട് ചെയ്യുമല്ലോ. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ 3 സ്റ്റേറ്റ്മെൻറ്റും n ടൈംസ് എക്സിക്യൂട്ട് ചെയ്യും. സോ നമുക്ക് ഈ ലൂപ്പിൻ്റെ മൊത്തത്തിലുള്ളൊരു f(n) എന്ന് പറയുന്നത് എന്താണ്? മൊത്തം സ്റ്റേറ്റ്മെൻറ്റ്സ് കൗണ്ട് ചെയ്യാം. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഒരു n+1 ഉണ്ട്, ഈക്വൽ ടു ആണ്. ഓക്കെ, n+1 ഉണ്ട്. പിന്നെ ഒരു 3n ഉണ്ട്. അതായത് മീൻസ് n ഇൻറ്റു n+n+n, അതായത് 3n വരും. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 3+1 ആണ്. ഓക്കെ, ഇപ്പോൾ 4n+2n 4n+2 അല്ലെങ്കിൽ 4n+1 എന്ന് കാണാം. അതല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഐയുടെ വാല്യൂ നമ്മൾ i = 0 എന്ന് പറഞ്ഞു കൊടുത്താൽ ഇതൊരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് നമുക്ക് എടുക്കും. നമ്മൾ n+1 എന്ന് പറഞ്ഞെടുക്കും. ഇനി അതല്ല, ഇതിന് നമുക്ക് n ടൈംസ് ഒന്നും എടുക്കാം. അങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ഇനി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതായത് ജസ്റ്റ് ഒരു അപ്രോക്സിമേഷനിൽ പോയി 4n+2 എന്ന് പറഞ്ഞ് കിട്ടി. അങ്ങനെയാണെങ്കിലും സെയിം ഓർഡറിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ ലൂപ്പിൽ നമ്മൾ n+1 എന്ന് പറഞ്ഞുള്ള രീതിക്കാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. അതായത് അപ്രോക്സിമേറ്റിംഗ് എ ലൂപ്പ് വിൽ എക്സിക്യൂട്ട് n+1 ടൈംസ് സിൻസ് ദ i ലെസ് ദാൻ n എന്ന് പറയുന്ന കാര്യം നമുക്ക് n+1 ടൈംസ് ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ നമ്മൾ അതുകൊണ്ട് അപ്രോക്സിമേറ്റ് ചെയ്തെടുത്തു എന്നുള്ള രീതിയിൽ നിങ്ങളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് എഴുതിയിട്ട് ബാക്കി പ്രൊസീഡ് ചെയ്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. ഇനി അങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഒരു പേപ്പറിലൊരു നോക്കുന്ന ഒരാൾക്ക് ഓക്കെ ഇയാൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം എന്നുള്ളൊരു ബേസിസിലാണ് ചെയ്തത് എന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കേട്ടോ. നമ്മൾ 4n+2 എന്ന് പറയുന്നു, നമുക്ക് ഇവിടെ കിട്ടി, നമ്മൾ ചെയ്ത രീതിയിൽ കിട്ടി. ഇവർക്ക് 5n+2 എന്ന് പറഞ്ഞ് കിട്ടി. രണ്ടാണെങ്കിലും ഇത് f(n) ആണ്. ഈ രണ്ടാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ പവർ ഉള്ളത് ഏതാണ് എടുക്കുക. ഇവിടെ നമുക്ക് n-നാണ് പവർ ഉള്ളത്, n⁻1 ആണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അപ്പോൾ നമ്മൾ കളഞ്ഞു. ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് കളഞ്ഞു. അപ്പോൾ നമ്മൾ ഓർഡർ ഓഫ് n എന്നാണ് നമുക്കിവിടെ കിട്ടിയത്. ഓക്കെ, നിങ്ങൾക്ക് കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി എന്ന് റിവീസ് കാണും. ഒരു ഫോർ ലൂപ്പ് വന്നാൽ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, ഇത് നമ്മളുടെ ടിപ്പ് വെച്ച് നോക്കിക്കഴിഞ്ഞ് ഒരു ലൂപ്പ് ഉണ്ടെങ്കിൽ ഓർഡർ എന്ന് പറയുക എന്നായിരിക്കും വരുന്നത് നമുക്കറിയാം, നമ്മുടെ പിള്ളേർക്കറിയാം. ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഒരു ലൂപ്പ്, ഒരു ഫോർ ലൂപ്പാണെങ്കിൽ നോർമൽ ലൂപ്പാണെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. നോർമൽ ലൂപ്പാണെങ്കിലാണ് കേട്ടോ. നോർമൽ ലൂപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ i⁻0 തുടങ്ങി ഐയുടെ വാല്യൂ n വരെ ലെസ് ദാൻ ആകുമ്പോൾ കണ്ടീഷൻ ഒന്ന് വെച്ച് കൂടുക എന്നുള്ള സിറ്റുവേഷനാണ് നോർമൽ ലൂപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അവിടെ നോക്കി നമ്മൾ ചെയ്തു, നമുക്കിവിടെ ഓർഡർ ഓഫ് n എന്ന് പറഞ്ഞ് കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു കേസിലേക്ക് പോകാം. അപ്പം ഇത് നമ്മുടെ ഒരു നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു കേസാണ്. അതായത് നോർമൽ ഒരു ലൂപ്പ് വന്ന ഓർഡർ ഓഫ് n ആയിരിക്കും വരുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചു. ഫസ്റ്റ്, അതായത് സെക്കൻഡ് എന്ന് പറഞ്ഞ് നമ്മളിവിടെ കൊടുത്തിരുന്നത് ഈ ഒരു ക്വസ്റ്റ്യനാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ. ഇത് നമ്മൾ രണ്ടാമത്തെ കേസിലേക്ക് പോവാണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സെയിം ഒരു ഫോർ ലൂപ്പ് തന്നെയാണ്. നേരത്തെ i++ ആയിരുന്നു. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഐയുടെ വാല്യൂ പ്ലസ് ചെയ്തിട്ട് അതിനെ 2 വെച്ച് ഇൻറ്റു ചെയ്യുക. അതായത് ഈ ഒരു ലൂപ്പിൻ്റെ കണ്ടീഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ n വാല്യൂ 10 എന്ന് എടുക്കുക, n = 10 എടുക്കുക. അപ്പോൾ ഐയുടെ വാല്യൂ 0 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് പോകുന്നത് 0 ആയിരിക്കും. പിന്നെ i 0 n ആയിരിക്കും നോക്കും. ഇപ്പോൾ നമ്മൾ n ആണ്. പിന്നെ ഐയുടെ വാല്യൂ എന്ത് ചെയ്യുന്നത്? ഐയുടെ വാല്യൂ n-നേക്കാളും കുറവാണെങ്കിൽ ഈ പറയുന്ന ലൂപ്പിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ദെൻ നമ്മൾ ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നിടത്താണ് ഇവിടെ ഒരു പ്രശ്നം. ഇവിടെ നമ്മൾ നോർമലായിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഐ വാല്യൂ നമ്മൾ നോർമലായിട്ട് ചെയ്യുന്നത് 0 കഴിഞ്ഞിട്ട് 1 ആണ്. ഇവിടെ നമ്മൾ += എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ 2 വെച്ച് കൂട്ടിപ്പോവും. ഇപ്പോൾ 0ൽ നിന്ന് 2 കൂട്ടുക എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും, പിന്നെ 4 ആയിരിക്കും, 6 ആയിരിക്കും, 8 ആയിരിക്കും. അങ്ങനെയായിരിക്കും അങ്ങനെ പോകുന്നത്. അതായത് 10 വരെ പോകും. ഓക്കെ, നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാകുന്ന പ്രതീക്ഷിക്കുവാണ്. ഈ ഒരു സ്ഥലത്ത് മാത്രം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഐയുടെ വാല്യൂ i+=2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ 2 വീതം ഐയുടെ വാല്യൂ കൂട്ടി പോകുക എന്നുള്ളതാണ്.
അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നോർമലായിട്ടൊരു ഫോർ ലൂപ്പ് എങ്ങനെയായിരുന്നു എഴുതുന്നത് n+1 എന്നായിരുന്നു നിങ്ങളൊരു ഫോർ ലൂപ്പിൻ്റെ കാര്യം എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ n എന്ന് പറയുന്ന സാധനം നമുക്ക് എങ്ങനെയാണ് ഒരു n/2 എന്ന് പറഞ്ഞൊരു ടൈംസ് ആയിരിക്കും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നത്. നിങ്ങളത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് ഒരു ഫോർ ലൂപ്പ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന എത്ര പ്രാവശ്യമായിരുന്നു? n+1 ടൈംസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ്? അതായത് നോർമൽ ആയിട്ടുള്ളൊരു ലൂപ്പായിരുന്നെങ്കിൽ i++ എന്നാണ് നിങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ ഈ ലൂപ്പിൻ്റെ ഒരു ഐട്രേഷൻ പോകുന്നത് എങ്ങനെയായിരുന്നു? 0 എഴുതും, പിന്നെ എന്താ ചെയ്യുന്നത്? 1 എഴുതും, 2 എഴുതും, 3 എഴുതും, അങ്ങനെ പോവാം. പക്ഷെ നമ്മൾ ഈ ഒരു കേസിൽ പറയുമ്പോൾ 2 വെച്ച് കൂട്ടി പോകുന്നതുകൊണ്ട് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന n-ൻ്റെ വാല്യൂ n+1 എന്ന് പകരം n/2+1 എന്നേക്ക് മാറും. അതായത് കൃത്യം നേരെ പകുതിയായിട്ട് നമ്മൾ നമ്പർ ഓഫ് ടൈംസ് കുറയും. നിങ്ങളത് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അതല്ല നല്ല കൺഫ്യൂഷൻ ആണ്, ഒന്നും കത്തുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ n/2+1 എന്നായിരിക്കും അങ്ങനെ കാണാതെ പഠിക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ മാതിരി എങ്ങനെയാണ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു. അതായത് 0 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൂട്ടി കഴിയുമ്പോൾ 2 ആയിരിക്കും, 4 ആയിരിക്കും, 6 ആയിരിക്കും, 8 ആയിരിക്കും, അങ്ങനെ 4 ആയിരിക്കും. ഓക്കെ, അങ്ങനൊരു സിറ്റുവേഷനിൽ നമ്മൾ ഈ പറയുന്ന ലൂപ്പിൻ്റെ കാര്യങ്ങൾ എഴുതുമ്പോൾ എങ്ങനെയാണ് n+1 പകരം n/2+1 എന്ന് എഴുതുക. അതായത് നമ്മളിവിടെ എന്താണോ അതിനെ നമ്മൾ n-ൻ്റെ ഭാഗത്ത് വെച്ച് ഡിവൈഡ് ചെയ്യും. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനൊരു ഇക്വേഷൻ ആയിട്ട് നിങ്ങൾ തന്നെ പഠിച്ചു നോക്കുക. അതായത് i+= എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ n/2+1 എന്ന് എഴുതുക. 1 എന്ന് പറയുന്നത് നമ്മൾ ലൂപ്പ് തെറ്റി നമുക്കതിന് പുറത്തിറങ്ങാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. ഈ n എന്ന് പറയുന്ന സ്ഥാനത്ത് ഇവിടെ 2 എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കിത് 2 ടൈംസ് ആയിരിക്കും. അതായത് ഇപ്പോൾ 0 ആണെങ്കിൽ പിന്നെ 2 ആയിരിക്കും വരുന്നത്, പിന്നെ 4 ആയിരിക്കും വരുന്നത്. അതായത് നേരെ പകുതി പ്രാവശ്യം അവിടെ സ്കിപ്പ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. നോർമൽ ഐറ്ററേഷൻ നോക്കി കഴിയുമ്പോൾ നേരെ പകുതി മാത്രമേ അവിടെ വർക്കിംഗ് നടക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ n/2 എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി ഞാൻ അധികം പറഞ്ഞ് കുളമാക്കുന്നില്ല. അതേസമയം i+=3 എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇതേപോലെ തന്നെ ഈ ഭാഗത്തിന് മാത്രം ഇങ്ങനെയാണ് വന്നിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ പിള്ളേർക്ക് അറിയാതെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. n/3+1 എന്ന് എഴുതും. പിന്നെ i+= നിങ്ങൾക്ക് ഒരു 5 ആണ് ഈ 3ക്ക് വരെ വന്നിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? n/5+1 ടൈംസ് ആയിരിക്കും ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. നിങ്ങളിതങ്ങ് പഠിച്ചു നോക്കുക. അതായത് += എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ വരുന്ന എത്രയാണോ അത് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അധികം മനസ്സിലാവുന്നില്ല, കൺഫ്യൂഷൻ ആവും തോന്നുന്നവർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. വേറെ അതിൽ അധികം ആലോചിച്ച് തല മുടക്കേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, നമ്മൾ ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ n/2+1 ടൈംസ് ആയിരിക്കും ഈ ഒരു സാധനം എക്സിക്യൂട്ട് ആവുന്നത്. ഒരു ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞാൽ n/2+1 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യും. ഈ ഒരു സിറ്റുവേഷനിലാണ് ഇതെന്ന് പറഞ്ഞാൽ n/2+1 ഓക്കെ 1 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും? തീർച്ചയായിട്ടും ഇതിനെ മറ്റേതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ n/2 ടൈംസ് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ഓരോ സ്റ്റേറ്റ്മെൻറ്റ് n/2 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യേ കേട്ടോ. നമ്മൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് നേരത്തെ എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ n ടൈംസ് എക്സിക്യൂട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇവിടെയൊക്കെ നമ്മൾ n ടൈംസ് എക്സിക്യൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് ഓക്കെ. ഇവിടേക്ക് വരുമ്പോൾ നമ്മളത് നേരെ പകുതിയാണ്. കാര്യം ഈ 2 എന്ന് പറയുമ്പോൾ നേരെ പകുതിയാണ്. ഈ 2ന് വരെ 3 ആയിരുന്നെങ്കിൽ എന്താ ചെയ്യുന്നത് നമുക്കറിയാം. നമ്മുടെ കൂടാതെ അറിയാം n/3 എന്ന് വെക്കും. ഓക്കെ, അത് പ്രശ്നമില്ലാന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, വലിയ പ്രശ്നമില്ല. ഇനിയിപ്പം ഭയങ്കര പ്രശ്നമാണെന്നൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ സിമ്പിളായിട്ട് ആലോചിക്കാം. ഇവിടെ 2 വന്നു കഴിഞ്ഞാൽ നമ്മൾ n/2+1 എഴുതും. അത് പ്ലസ് ആണോ എന്ന് നോക്കണം കേട്ടോ. നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസ് വരും, അപ്പോൾ കൺഫ്യൂഷൻ ആവരുത്. അതുകൊണ്ടാണ് += എന്ന് പറഞ്ഞാൽ n/2+1 ആയിരിക്കും. ഇത് നമ്മൾ നോർമലി n ടൈംസ് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് പറയുന്നത് ലൂപ്പിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് n/2 ടൈംസ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ സാധനം n/2 ടൈംസ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് ലൂപ്പ് ശരിയാവുന്ന ടൈംസ് എത്ര പ്രാവശ്യമുണ്ട്? n/2 ടൈംസേ ഉള്ളൂ ലൂപ്പിൻ്റെ കണ്ടീഷൻ ശരിയാവുന്നത്. കണ്ടീഷൻ ശരിയായി മാത്രമേ ഇതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് അത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അങ്ങനെയാണ് ഇവിടെ n/2, ഇവിടെ n/2, ഇവിടെ n/2. ഓക്കെ, അപ്പം അതാണ് നമ്മൾ പറഞ്ഞത്. ലൂപ്പ് റൺ ചെയ്യുന്നത് i=0 തൊട്ട് 2, 4 അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ n/2 ടൈംസ് ആയിരിക്കും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇനി ഇതിന് മൊത്തം സം എടുക്കാനുള്ളതേ ഉള്ളൂ. നമ്മൾ ഇതിൻ്റെ f(n) എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? മൊത്തം സം എടുക്കുക. അപ്പോൾ ഈ പറയുന്ന പോലെ n/2+1 ഇത് പ്ലസ് n/2 പ്ലസ് n/2 പ്ലസ് n/2 അങ്ങനെ മൊത്തം നോക്കിയുമ്പോൾ 3 × n/2 എന്ന് പറയും. കാര്യം ഇത് മൊത്തം വരുമ്പോൾ കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ മൊത്തം കൂട്ടി നോക്കുക. സ്റ്റിൽ നിങ്ങൾ കൂട്ടി കഴിയുമ്പോൾ വരും ലാസ്റ്റ് കിട്ടുന്ന ഒരു ആൻസർ എന്ന് പറയുന്നത് n/2 എന്നായിരിക്കും മൊത്തം കൂട്ടി കഴിയുമ്പോൾ. ഓക്കെ, അപ്പം ഈ n/2 എന്ന് പറഞ്ഞൊരു ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് നിന്ന് n/2 ഓർഡർ n/2 നല്ല എഴുതേണ്ടത്. കോഎഫിഷ്യൻ്റ് എന്തെങ്കിലും ഉണ്ടോ നോക്കുക. ഇവിടെ കോഎഫിഷ്യൻ്റ് ഒറ്റ നോട്ടത്തിൽ കാണും വേറെ ചിലവർക്ക്, പക്ഷേ കാണും എന്ന് പറഞ്ഞാൽ എന്താ 1/2
ഇൻറ്റു എൻ എന്ന് പറയുന്ന ആളാണ് n/2 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കോഫിഷ്യൻ്റ് 1/2 ആണ്. അത് പറഞ്ഞ് സ്റ്റിൽ ഓർഡർ എന്ന് പറയുന്ന സാധനം n ആയിരിക്കും. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, വലിയ പ്രശ്നങ്ങളില്ലാന്ന് പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലായെങ്കിൽ ഒന്നുകൂടി ഇന്ന് ബാക്കി പോയി നോക്കുക. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഈ സംഭവം ഒന്ന് കാണാൻ പഠിച്ചു. കാര്യം നമുക്കിതൊന്നും വലിയ പ്രശ്നങ്ങളുള്ള കാര്യങ്ങളല്ല. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, എന്നിനൊരു വാല്യൂ കൊടുക്കുക, ഒരു 10 എന്നുള്ളൊരു വാല്യൂ കൊടുക്കുക. ദെൻ നമ്മൾ അതിൻ്റെ വാല്യൂ എങ്ങനെയാണ് പോകുന്നത് നിങ്ങൾ നോക്കുക. നിങ്ങൾ മറ്റേതുമായിട്ട് നോർമൽ കേസുമായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നേരെ പകുതി ആയിരിക്കും ഇതിൽ വരുന്നത്. ദാറ്റ് മീൻസ് n/2 ടൈംസ് ആയിരിക്കും വരുന്നത്. സോ നമ്മൾ ആ എന്നിന് ഇവിടെ n/2 കൊടുത്തു. സിമ്പിൾ ലോജിക്കാണ്. ഓക്കെ, ഇനി അടുത്തൊരു കേസാണ്. ഇത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം. ഇവിടെ ഒരു ലൂപ്പ് തന്നെയാണ്, അകത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നതിൻ്റെ ഒരു വ്യത്യാസമായ i ഇൻറ്റു ഈക്വൽ ടു 2 എന്നാണ്. അതായത് ഐയുടെ വാല്യൂ ഇൻറ്റു ചെയ്തായിരിക്കും പോകുന്നത്. അതായത് ആദ്യമേ ഐയുടെ വാല്യൂ 1 ആയിരുന്നു. ഒരു ഐയുടെ വാല്യൂ 0 അല്ല. 0 ആണെങ്കിൽ അത് ഇൻറ്റു ചെയ്ത് പിന്നെ പോകത്തില്ലല്ലോ. ഓക്കെ, ഐയുടെ വാല്യൂ 1 ആണ്. നമ്മളിത് ഇങ്ങനെയാണ് പോകുന്നത്. ഐയുടെ വാല്യൂ 1 ആണ്. ഇപ്പോൾ ഈ ഐ ലെസ് ദാൻ സ്റ്റിൽ നമ്മൾ എമ്മിൻ്റെ വാല്യൂ നിങ്ങളൊരു 10 അങ്ങനെ എന്തെങ്കിലും എടുക്കുക. ഓക്കെ, ഇങ്ങനെ എടുത്തു. നമ്മൾ നോക്കിക്കഴിഞ്ഞു ഐയുടെ വാല്യൂ 1 ആണ് ആദ്യമേ സ്റ്റേറ്റ്മെൻറ്റിൽ. 1 ഇൻറ്റു 2 ചെയ്യും. അപ്പോൾ 2 ആയിരിക്കും ആദ്യമേ. അതായത് ഐയുടെ വാല്യൂ ലെസ് ദാൻ n ആണെന്ന് ഓക്കെ ആണെന്ന് മനസ്സിലായി. ഇപ്പം അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് അത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്തു. ദെൻ നമ്മൾ ഐയുടെ വാല്യൂ പിന്നെ കൂട്ടുന്നതാണ്. ഐയുടെ വാല്യൂ കൂട്ടുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഐയുടെ വാല്യൂ ആദ്യമേ 1 ആണെങ്കിൽ 1 ഇൻറ്റു 2 ചെയ്യും. ഓക്കെ, അപ്പം 1 ഇൻറ്റു 2 ചെയ്യുമ്പോൾ 2 ആയിരിക്കും വരുന്നത്. പിന്നെ നമ്മൾ 2 ലെസ് ദാൻ ആണോ നോക്കും. ഓക്കെ ആണ്. അങ്ങനെ വരുമ്പോൾ കണ്ടീഷൻ പിന്നെ എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ എന്താ ചെയ്യുന്നത്, 2 ആണ് ഇപ്പം നിലവിലുള്ള ഐയുടെ വാല്യൂ. അതിനെ വെച്ച് 2 കൊണ്ട് ഇൻറ്റു ചെയ്യും. ഇപ്പോൾ 2 ഇൻറ്റു 4 വരും. പിന്നെ എന്താ ചെയ്യുന്നത്, 4 വരും. 4 ലെസ് ദാൻ ആണ് ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ 4ൻ്റെ വാല്യൂ ഇൻറ്റു 2 ചെയ്യും. ദാറ്റ് മീൻസ് 8 വരും. ഓക്കെ, അങ്ങനെ പോവാം. ഈ പറഞ്ഞ പോലെ 16 അങ്ങനെ പോവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആദ്യമേ 1 ആയിരുന്നു, പിന്നെ 2 ആയിരുന്നു, 4 ആയിരുന്നു, 8 ആയിരുന്നു, അങ്ങനെ പോവാം. ഓക്കെ, അങ്ങനെ പോയി നമുക്ക് ഇതിൻ്റെ അകത്തുനിന്നൊരു ട്രെൻഡ് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് മീൻസ് ഞാൻ വേറൊരു കളറാക്കാം. ഇവിടെ നമുക്ക് 2⁻0 ആണ് അല്ലേ. ഇവിടെ 2⁻1 ആണ്. ഇവിടെ 2⁻2 ആണ്. 2⁻3 ആണ്. അങ്ങനെ പോവാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഒരു ഐയുടെ വാല്യൂ 1 ആയി കഴിയുമ്പോൾ 2⁻2 ആ സാധനമായിരിക്കും. ഓക്കെ, അതായത് സിമ്പിളായിട്ട് പറയാം, നമുക്ക് ഐയുടെ വാല്യൂ നമുക്കൊരു 2 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ഐയുടെ വാല്യൂ 2 എത്തിക്കഴിയുമ്പോൾ എന്താണ്, ഐയുടെ വാല്യൂ 2 എന്ന് പറഞ്ഞാൽ എന്താ, ആദ്യമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ i = 1 ആയിരുന്നു. പിന്നെ i = 2 എന്ന് പറയുമ്പോൾ രണ്ടാമതാണ് 2⁻2 എന്ന് പറയും. അതായത് 2⁻2 എന്ന് പറഞ്ഞാൽ 4 ആയിരിക്കും. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഐയുടെ വാല്യൂ ഈ പറയുന്ന പോലെ 2⁻1 അല്ലെങ്കിൽ 2⁻0, ഇത് 2⁻1 ആണ്. 2⁻1 ഇത് 2⁻2 ആണ്. അപ്പോൾ ഐയുടെ വാല്യൂ എത്രയാണോ അത് 2⁻k ആയിരിക്കും. ഈ പറയുന്ന അത് എത്ര ടൈംസ് എക്സിക്യൂട്ട് ചെയ്യുമെന്ന് നോക്കുന്നത് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്തിക്കഴിയുമ്പോൾ, അതായത് നിങ്ങൾ ആ ലൂപ്പൊന്ന് എഴുതി നോക്കുക. ആ ലൂപ്പ് പോയിരുന്നത് 2⁻2, അതായത് ലൂപ്പ് പോകുന്നത് ഇങ്ങനെയാണ് 1 2 പിന്നെന്താ ചെയ്യുന്നത് 4 8 ഇങ്ങനെയാണ് ആ ലൂപ്പ് പോകുന്നത്. അതായത് ഇങ്ങനെയാണ് ഐയുടെ വാല്യൂ പോകുന്നത്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഐയുടെ വാല്യൂ. അപ്പോൾ ഈ ഐയുടെ വാല്യൂ ഇതിനെ നമുക്ക് 2ൻ്റെ ഒരു പവറായിട്ട് നമുക്ക് എഴുതി നോക്കാൻ പറ്റും. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് 2⁻0 ആണ് ഇത്. പക്ഷേ ഇതെന്ന് പറയുന്നത് 2⁻1 ആണ്. 2⁻1 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ 2⁻2 ആണ്. ഓക്കെ, അപ്പോൾ ഐയുടെ വാല്യൂ ഈ പറയുന്ന പോലെ ഓരോ ഇറ്ററേഷനിലും 1 2 3 എന്ന് പറഞ്ഞ് പോകുമ്പോൾ, ഇവിടെ നിന്നാണ് വന്ന് കിടക്കുന്നത്. ഐയുടെ വാല്യൂ 1 എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ i × 1 × 2 എന്ന് പറയും. അതിനെയാണ് നമ്മൾ 2 എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനെയാണ് 2⁻1 നമ്മൾ എഴുതിയിരിക്കാൻ. അപ്പോൾ അതായത് നമുക്ക് kth ഇറ്ററേഷനിൽ ഇങ്ങനെ പറയുമ്പോൾ ഇവിടെ നമുക്ക് ഒരു ജനറലായിട്ടുള്ള കേസ് എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം അങ്ങനെ നോക്കി കഴിയുമ്പോൾ അസ്യൂമിങ് ഇറ്റ് ഒക്കേഴ്സ് k ടൈം, അതായത് k എന്ന് പറയുന്നൊരു ടൈം, അതായത് ഐയുടെ വാല്യൂ ഇങ്ങനെ പോയി നമ്മളൊരു k എന്ന് പറഞ്ഞൊരു ജനറലായിട്ടുള്ളൊരു ടൈം എത്തുകയാണ്. kയോ ഐയോ അല്ലെങ്കിൽ ഈ പറയുന്നത് പിയോ എന്ത് വേണമെങ്കിൽ എടുക്കാം. ഇപ്പോൾ ഒരു kth ഒരു ടൈമിൽ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ kയുടെ 2⁻k എന്ന് പറയുന്ന സാധനം നമുക്ക് n എന്ന് പറഞ്ഞെടുക്കാം. ഓക്കെ, അപ്പം അതിൽ നിന്ന് നമ്മൾ എടുക്കുവാണ് 2⁻k = n എന്ന് പറഞ്ഞെടുത്തു. ഓക്കെ, അപ്പോൾ kയുടെ വാല്യൂ എന്തായിരിക്കും, ലോഗിൻ്റെ പ്രോപ്പർട്ടി നമുക്കറിയാം. അപ്പോൾ kയുടെ വാല്യൂ ലോഗ് n എന്നായിരിക്കും kയുടെ വാല്യൂ. അതായത് ഈ പറയുന്ന k എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, k എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അകത്തുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അല്ലെങ്കിൽ ഈ അകത്തുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ജനറലായിട്ട് എത്രാമത്തെ കണ്ടീഷനിൽ എത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പറയുന്ന എക്സിക്യൂട്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ സിമ്പിളായിട്ട് എഴുതാം
കെ ഈസ് ഈക്വൽ ടു ലോഗ് ടു ദ ബേസ് 2 എന്ന് എഴുതാം. അതായത് ഒന്നും മനസ്സിലായാലും ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈക്വൽ ടു ഇൻറ്റു ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ നമ്മളവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു ലൂപ്പ് കണ്ടിട്ട് നമ്മൾ അവിടെ എഴുതേണ്ടത് കെ എന്ന് പറയുന്ന സാധനം ലോഗ് ടു ദ ബേസ് 2 എന്നാണ്. അതായത് ലോഗ് എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാം. അപ്പം ഇവിടെ നമ്മൾ ലോഗിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. 2 അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്ത് റേസ് ടു കെ വന്നാലും നമുക്ക് കെനെ താഴോട്ടിറക്കാൻ ലോഗിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അതൊന്നും വലിയ പ്രശ്നമാക്കി എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ ഒരു ഐഡിയ ഒന്ന് ഉണ്ടാക്കി വെക്കുക. ഓക്കെ, അതായത് നമ്മൾ ഇൻറ്റു വന്നു കഴിയുമ്പോൾ നമ്മൾ കെൻ്റെ വാല്യൂ കെ ഈസ് ഈക്വൽ ടു ലോഗ് എന്നായിരിക്കും എടുക്കുന്നത്. അതാണ് നമ്മളിവിടെ നോട്ടിൽ കൊടുത്തിട്ടുള്ളത്. അത് ലെറ്റ് ഐ ഈസ് ഈക്വൽ ടു 2k എന്ന് പറയുന്ന സാധനം ലെസ് ദാൻ n ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുവാണ്. മൊത്തം അസംഷനാണ്. അപ്പം അങ്ങനെ എടുപ്പോൾ നമ്മൾ ലോഗ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ കെയുടെ വാല്യൂ നമുക്ക് എടുക്കാൻ പറ്റും. കെയുടെ വാല്യൂ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. സോ അവിടെ നിന്ന് നമുക്ക് ലോഗ് n ടൈംസ് ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്ക് കിട്ടി. അപ്പം നമുക്കൊരു ലൂപ്പിൻ്റെ സംഭവം എന്ന് പറയുന്നത് ലോഗ് n ആയിരിക്കും. നമുക്ക് ഇവിടുന്ന് എഫ് ഓഫ് n എന്ന് പറയുന്നത് ലോഗ് n എന്നുള്ള സംഭവത്തിൽ നമുക്ക് ഇതിനകത്ത് ഏറ്റവും അങ്ങനെ കോഎഫിഷ്യൻ്റോ കാര്യങ്ങളൊന്നും നോക്കാനില്ല. ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് ലോഗ് n എന്ന് തന്നെയായിരിക്കും നമ്മൾ എഴുതുന്നത്. ഐഡിയ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുകയാണ്. ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസേ ഉള്ളൂ. അതിൽ വലിയ പ്രശ്നങ്ങളാക്കി നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഓക്കെ, അതായത് ഐ ഈസ് ഈക്വൽ ടു 1 തൊട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളത് പോകുന്നത് 2, 4, 8 അങ്ങനെ ആയിരിക്കും പോകുന്നത്. ദാറ്റ് മീൻസ് 2 റൈസ് ടു പവർ ആയിരിക്കും പോകുന്നത്. നമ്മൾ ഈ പറയുന്ന പോലെ കെ എന്ന് പറയുന്ന ഒരു ടേം എത്ര പ്രാവശ്യം, അല്ലെങ്കിൽ കെ എന്ന് പറയുന്ന ടേമിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാമെന്നുണ്ടെങ്കിൽ, ഐയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ എന്ത് ചെയ്യുന്നത് 2 റൈസ് ടു കെ ഈസ് ഈക്വൽ ടു നമ്മൾ n എന്നുള്ളൊരു അപ്രോക്സിമേഷൻ എടുക്കുവാണ്. ഓക്കെ, അത് ലെസ് ദാൻ n എന്നുള്ള ആയിരിക്കും നമുക്ക് കൃത്യം എക്സാക്റ്റ് പറയുവാണെങ്കിൽ, അല്ലെങ്കിൽ പറഞ്ഞ ഗ്രേറ്റർ ദാൻ n എന്നുള്ള രീതിയായിരിക്കും. അതിന് ഈക്വൽ ടു എന്ന് പറഞ്ഞ ഞങ്ങളുടെ രീതിയിലും എടുത്തു. ഇത് നമ്മളവിടെ ലോഗിൻ്റെ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. കെ ഈസ് ഈക്വൽ ടു ലോഗ് ടു ദ ബേസ് n എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി കെയുടെ വാല്യൂ. അപ്പോൾ ഇവിടെ നമുക്ക് കെ എന്ന് പറയുന്ന സാധനം നമ്മൾ ഓർഡറിൻ്റെ ടൈമിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ഓർഡർ എന്ന് പറയുന്നത് ലോഗ് ടു ദ ബേസ് 2 എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ലോഗ് n എന്ന് പറഞ്ഞാൽ ലോഗറിതമിക് ആയിട്ടുള്ള ഒരു റേഷ്യോ ആയിരിക്കും നമുക്ക് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ വരുന്നത്. ഓക്കെ, അതാണ് നമുക്ക് ഈ ഒരു കേസിൽ പറയാനുള്ളത്. ഓക്കെ, ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വേറെ കുഴപ്പങ്ങളില്ലാന്ന് പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, ഇനിയിപ്പം ഒന്നും മനസ്സിലായില്ലെങ്കിലും നിങ്ങൾ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഒരു കേസ് വന്നു, ഇവിടെ 2 ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാൻ, ലോഗ് 2 ഉള്ള കേസേ വരത്തുള്ളൂ. ലോഗ് ടു ദ ബേസ് എന്താണുള്ളത്, അതായത് ഇവിടെ 2 ആണ്. 2 n എന്നുള്ളതായിരിക്കും നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക. ഇനി ഒന്നും മനസ്സിലായില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒന്നും കത്തിയിട്ടില്ല എന്നുള്ളൊരു കേസിൽ എത്തിയ കഴിഞ്ഞാലും നിങ്ങൾ എന്താ ചെയ്യാണ്ട്, ഒരു മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് അതിൻ്റെ വാല്യൂ ഈക്വൽ ടു ചെയ്യുന്ന ഒരു ഐയുടെ കേസാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അതിൻ്റെ ആൻസർ അല്ലെങ്കിൽ ഓർഡർ എന്ന് പറയുന്നത് ലോഗ് ഇവിടെ എന്താണ്, ഇവിടെ 2 ആയിരുന്നു, അതുകൊണ്ട് ഇവിടെ ലോഗ് ബേസ് 2 ആണ്. ദെൻ n എന്ന് പറയുന്നതായിരിക്കും നിങ്ങളുടെ ഓർഡർ എന്ന് പറയുന്ന സാധനം. ഇത്രയും കാര്യങ്ങൾ മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. ഈ ഒരു കേസിൻ്റെ അകത്ത് ഇതേപോലെ തന്നെ, അല്ലെങ്കിൽ ഇതിൻ്റെ ചെറിയ കേസസ് മാത്രമേ നിങ്ങളോട് ചോദിക്കത്തുള്ളൂ. 100% കോൺഫിഡൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, നമുക്ക് ഇനിയൊരു ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ. നിങ്ങൾക്ക് ഇത്രയും വരെയാണ് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഐഡിയ. ഇനിയിപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ലൂപ്സ് വരുന്ന കേസ് കുറച്ച് നോക്കാം, പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഐഡിയ സെറ്റ് ആയിക്കോളും. നമുക്ക് അവിടെ വലിയ പ്രശ്നം വരുന്ന നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ വരുന്ന കേസ് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ കേട്ടോ. വലിയ പ്രശ്നമില്ല. പക്ഷേ ഇവിടെ നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫോർ ലൂപ്പ് ഉണ്ട്. അവിടെ ഐ ഈസ് ഈക്വൽ ടു നോർമലായിട്ടുള്ളൊരു ഫോർ ലൂപ്പാണ്, അകത്തും ഒരു നോർമലായിട്ടുള്ളൊരു ഫോർ ലൂപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങളവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളൊരു കണ്ടീഷനാണ്, നിങ്ങൾ ഈ നോട്ടൊക്കെ നിങ്ങൾ വായിച്ചു വയ്ക്കുക, നമ്മളെ പ്രശ്നമല്ല. പക്ഷേ നിങ്ങൾ ക്ലാസ്സിൽ മനസ്സിലാക്കുക. നമ്മൾ ആദ്യമേ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മഞ്ഞ കളറാക്കട്ടെ. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഐഡൻറ്റിഫൈ, എനിക്ക് എഴുതാൻ മറ്റേ സാധനം അല്ലാത്തതൊന്നാണ് കേട്ടോ, ഒന്ന് ക്ഷമിക്കണം കേട്ടോ. ഐഡൻറ്റിഫൈ ഇന്നർ ലൂപ്പ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച ഒരു ലൂപ്പായിരിക്കും നമ്മുടെ അകത്ത് കൊടുത്തേക്കുന്നത്. മൾട്ടിപ്പിൾ ലൂപ്പുള്ള കേസാണ് ഞാൻ പറയുന്നത്. നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എന്തായാലും ഒരു മൾട്ടിപ്പിൾ ലൂപ്പുള്ള കേസായിരിക്കും. ഈ മൾട്ടിപ്പിൾ ലൂപ്പിൽ അകത്ത് ഏതാണ് ലൂപ്പ്, അല്ലെങ്കിൽ അകത്തുള്ള ലൂപ്പ് ഏതാണെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഈ ഒരു സിറ്റുവേഷനിൽ ഇവിടെ ഐക്ക് പകരം ജെ കൊടുത്തേ ഉള്ളൂ. നോർമലായിട്ടുള്ളൊരു ലൂപ്പ് തന്നെയാണ് അല്ലേ, നോർമൽ ലൂപ്പ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻ എന്താ വരുന്നത്, n+1 ആണ് ഒരു നോർമൽ ലൂപ്പിൻ്റെ കാര്യം നമുക്കറിയാം. ഓക്കെ, നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല, ഞാൻ ഈ പറഞ്ഞൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഒരു കുഞ്ഞ് പേപ്പർ എടുക്കുക. നിങ്ങൾക്ക് ഈ 4 കേസിൻ്റെ ഓർഡർ എന്താണെന്ന് നിങ്ങളൊന്ന് എഴുതി കാണുക, പഠിച്ചു നോക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞ അതായത് 2, 3, 4
ഈ ഒരു 3 കേസ്, അതായത് ഈ 2 നമ്മൾ പറയുന്നത് ഒരു നോർമൽ ലൂപ്പാണ്. ദെൻ മൂന്നാമത്തെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് ഒരു പ്ലസ് വരുന്നൊരു കേസാണ്, അത് പഠിക്കുക. ഫോർത്ത് എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടിപ്ലിക്കേഷൻ വരുന്ന കേസ്. ഈ ഒരു 3 കേസ് നിങ്ങൾ പഠിച്ചു വെക്കുക. അതായത് ഒരു പേപ്പറിൽ അത് മാത്രം എഴുതി വെക്കുക. ദെൻ നിങ്ങൾക്ക് ഇത് വെച്ച് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ഒന്നും മനസ്സിലായില്ലാത്തവരുടെ ഒരു കേസിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇന്നർ ലൂപ്പ് ഏതാണെന്ന് നോക്കുക. n+1 ആണ്, നോർമൽ ലൂപ്പാണ്. ദെൻ നമുക്ക് പുറത്തും ഒരു നോർമൽ ലൂപ്പ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം പുറത്തുള്ള ലൂപ്പ് n+1 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യും, ഇതും n ടൈംസ് എക്സിക്യൂട്ട് ചെയ്യും. കാര്യം നമുക്ക് 2 സെയിം ലൂപ്പാണ്. പക്ഷേ നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് പ്ലസ് അല്ല ചെയ്യുന്ന കാര്യം. ഓരോ ടൈം, അതായത് ഓരോ ഐറ്ററേഷനിലും ഈ ഫോർ ലൂപ്പ് ശരിയാവുന്ന, അതായത് പുറത്തുള്ള ഓരോ ഫോർ ലൂപ്പ് ശരിയാവുന്ന കണ്ടീഷനിലും അകത്തുള്ള ലൂപ്പിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. അതാണ് ഇത് നെസ്റ്റഡ് ഫോർ ലൂപ്പാണ്. ഐഡിയ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതായത് ഒരു ലൂപ്പ് അതായത് പുറത്തുള്ള ലൂപ്പ് ശരിയായി അങ്ങനെ ശരിയാവുന്ന കണ്ടീഷനിൽ അകത്തേക്ക് കയറുവാണ്. അകത്ത് പിന്നെ ഒരു ലൂപ്പാണ്. ആ കണ്ടീഷൻ ശരിയായിട്ടുണ്ടെങ്കിൽ മാത്രം അതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ അകത്തുള്ള ലൂപ്പ് ഏതാണെന്ന് ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക, പുറത്തുള്ള ലൂപ്പ് ഏതാണെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൻ്റെ കാര്യങ്ങൾ എഴുതുക. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നോർമൽ ലൂപ്പാണ്. അപ്പോൾ n+1 ഇൻറ്റു എന്ന് ചെയ്യാം. ഇൻറ്റു ആണ് ചെയ്യുന്നത്. നിങ്ങളവിടെ നോട്ട് ചെയ്യുന്ന ഒരു കാര്യം മൾട്ടിപ്ലിക്കേഷനാണ്. ലൂപ്പ് മൾട്ടിപ്പിൾ ലൂപ്പ് വന്നാൽ നിങ്ങൾ ചെയ്യുന്നത്. അതായത് ഈ ഐഡിയ ഉള്ളവർക്കൊക്കെയാണ്. അതായത് ഈ പറയുന്ന ഫോർ ലൂപ്പ് ഉണ്ടാവും. ഈ ഫോർ ലൂപ്പിൽ ഓരോ കണ്ടീഷൻ ശരിയാകുമ്പോഴും അകത്തേക്ക് കയറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതായത് ഇവിടെ ഒരു എന്നും ഉണ്ടാവും. ജസ്റ്റ് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള അപ്രോക്സിമേഷൻ എടുക്കാം. ഈ ഒരു ലൂപ്പ് n ടൈംസ് എക്സിക്യൂട്ട് ചെയ്യും. അതായത് n+1ൻ്റെ n മാത്രമേ ഞാൻ എടുത്തു. പുറത്തുള്ള ലൂപ്പ് n ടൈംസ് തന്നെ എക്സിക്യൂട്ട് ചെയ്യും. അവിടെ സെയിം ആണല്ലോ, n+1 തന്നെ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ n² ആയിരിക്കും. n എന്ന് പറഞ്ഞാൽ n² ആയിരിക്കും നമ്മുടെ ഓർഡർ. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഓർഡർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ അവിടെ ഒരു ടിപ്പായിട്ട് പറഞ്ഞായിരുന്നു, 2 ലൂപ്പ് ഉണ്ടെങ്കിൽ നോർമൽ ലൂപ്പാണ് രണ്ടും എന്തുണ്ടെങ്കിൽ നമുക്ക് അവിടെ തീർച്ചയായിട്ടും ഒരു ഓർഡർ എന്ന് പറയുന്നത് ഒരു n² എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത് നമ്മൾ പറഞ്ഞു. ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഓക്കെ, ഈ n² പ്ലസ് കുറച്ച് ടൈംസ് ഉണ്ടാവും. നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു +1 എന്നുള്ള രീതിക്കൊക്കെ വരും. ജസ്റ്റ് അതൊന്ന് നോക്കുക. ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഔട്ടർ ലൂപ്പ് n ടൈംസ് തന്നെ വർക്ക് ചെയ്യും, അതുപോലെ തന്നെ ഇന്നർ ലൂപ്പും n ടൈംസ് വർക്ക് ചെയ്യും. സോ നമുക്ക് n*n² നമുക്ക് എടുക്കാം. n² പ്ലസ് ഒരു നെഗ്ലിജിബിൾ ആയിട്ടുള്ളൊരു ടൈം കൂടി വരും. നമ്മളത് ഇവിടെ നെഗ്ലിജിബിൾ ആയതുകൊണ്ട് നമ്മളതിനെ കൺസിഡർ ചെയ്യുന്നില്ല. കാര്യം നമുക്ക് ഓർഡർ എന്ന് പറയുന്നത് എടുക്കുമ്പോൾ നമുക്ക് ഓർഡർ ഓഫ് n² എന്നുള്ള രീതിക്ക് നമുക്ക് കിട്ടും. ഓക്കെ, അതുകൊണ്ട് തന്നെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് n² എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ദെൻ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റിലേക്ക് പോകാം. ഇതും സെയിം ഐഡിയ തന്നെയാണ്. നിങ്ങളിങ്ങനെ ഇതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ഈ ഒരു കാട്ട് നമുക്ക് ക്വാളിറ്റി അറിയാവുന്ന, അതായത് ഇതിങ്ങനെയല്ല, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ഈക്വൽ ടു ചെയ്യുന്നതാണ്. അതായത് നമ്മൾ k = log to the base 2 എന്ന കേസാണത്. അപ്പോൾ നമുക്കറിയാം ഈ ഔട്ടർ ലൂപ്പ് എന്ന് പറയുന്നത് നമുക്ക് n ടൈംസ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം. സോ നമ്മൾ എന്താ ചെയ്യുന്നത്, ഔട്ടർ ലൂപ്പ് n ടൈംസ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇന്നർ ലൂപ്പ് അത്രയും പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്, മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ n ഇൻറ്റു ഈ log n ആയിരിക്കും നമ്മുടെ ഓർഡർ. അതായത് നമ്മൾ ഇന്നർ ലൂപ്പ് k = log എന്നിട്ടുള്ള രീതിക്ക് നമ്മളതിൻ്റെ ഓർഡർ കണ്ടുപിടിച്ചായിരുന്നു. log n ആണ്, അതായത് ബേസ് 2 n. അപ്പം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ പുറത്തുള്ള ലൂപ്പ് എത്ര ടൈംസ് എക്സിക്യൂട്ട് ആവുന്നുണ്ട്, അത്രയും ടൈംസ് തന്നെ നമുക്ക് അകത്തുള്ള ലൂപ്പും എക്സിക്യൂട്ട് ആവുന്നുണ്ട്. അപ്പോൾ പുറത്തുള്ള ലൂപ്പ് n ടൈംസ് ആണ്, 8. നമ്മൾ അകത്തുള്ള ലൂപ്പിൻ്റെ മുമ്പ് സെപ്പറേറ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ അത് log n ആണ്. നമ്മൾ ഫൈനൽ ഓർഡർ എന്ന് പറയുന്നത് n × log n ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ പഠിക്കേണ്ട കേസസ്. ഓക്കെ, അപ്പോൾ ഈ ലാസ്റ്റ് ഇത് 2 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ള രീതി നമ്മൾ യോജിച്ചിട്ടുണ്ട്. ദെൻ നമുക്ക് സ്പേസ് കോംപ്ലക്സിറ്റിയിലോട്ട് ഒന്ന് പോകാം. എന്നിട്ട് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടി സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് സ്പേസ് കോംപ്ലക്സിറ്റിയാണ്. അപ്പോൾ സ്പേസ് കോംപ്ലക്സിറ്റി എന്താണെന്ന് നമ്മൾ ഓൾറെഡി അറിയാം. അതായത് എന്തോരം മെമ്മറി യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ 2 ടൈപ്പുള്ള മെമ്മറീസ് ഉണ്ട്. നമുക്കറിയാവുന്നതാണ്. ഒരെണ്ണം ഫിക്സഡ് ആയിരിക്കും, രണ്ടാമത്തേത് വേരിയബിൾ ആയിരിക്കും. അതായത് ഫിക്സഡ് മെമ്മറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു ഇൻറ്റിജറിൻ്റെ വാല്യൂ ഒരു 4 KB ആണ്, അല്ലെങ്കിൽ 4 യൂണിറ്റ്സ് ആണ് നിങ്ങൾക്കറിയാം. അല്ലെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇപ്പോൾ ഇൻറ്റിജർ, ക്യാരക്ടർ, അങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു ഇത്ര വാല്യൂ നമുക്ക് സൈസ് ഉണ്ടെന്ന് അറിയാം. അപ്പം അങ്ങനെ ഉള്ളത് നമുക്ക് അറിയാം. അത് ഫിക്സഡ് ആയിരിക്കും, അത് മാറത്തില്ല. ഓക്കെ, എൻ്റെ എക്സാമ്പിളാണ് വേരിയബിൾ, കോൺസ്റ്റൻറ്റ്, പ്രോഗ്രാം സൈസ്, അങ്ങനത്തെ അറിയാം. അതേസമയം വേരിയബിൾ ആയിട്ടുള്ള മെമ്മറി എന്ന് പറഞ്ഞാൽ നമുക്ക് ഡൈനാമിക് മെമ്മറി ആൻഡ് ലൊക്കേഷൻ വഴി അലോക്കേറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. അപ്പം നമുക്ക് സിമ്പിളായിട്ട് എക്സാമ്പിൾ പോയിട്ട് ഫീൽഡ് ഓപ്പൺ ചെയ്യാതെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡൈനാമിക്കായിട്ട് അസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം സ്പേസ് കോംപ്ലക്സിറ്റി എന്താണെന്ന് നിങ്ങൾക്കറിയാം. അതെങ്ങനെയാണ്, നമുക്ക് 2 തരത്തിലുള്ള മെമ്മറി ഉണ്ടെന്നറിയാം. നമുക്ക് ഇത് എങ്ങനെ നമുക്കൊരു
ഒരു പ്രോബ്ലം വഴി നമുക്ക് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു 2D മെട്രിക്സ് ഡിസ്പ്ലേ ചെയ്യാനുള്ളൊരു പ്രോഗ്രാമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 2 ലൂപ്പ് ഉണ്ടെന്ന് അറിയാം. അപ്പോൾ നമ്മളിതിൻ്റെ സ്പേസ് കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യുവാണ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ 2 തരത്തിലുള്ള മെമ്മറി ആക്കുന്നു പറഞ്ഞു. അപ്പോൾ ഈ 2 തരത്തിലുള്ള മെമ്മറിയെ ഓർഡർ കണ്ടുപിടിക്കുക, ദെൻ നമ്മളിത് ആഡ് ചെയ്യുക, അങ്ങനെ ഫംഗ്ഷൻ ആക്കുന്നു, അതായത് ഫ്രീക്വൻസി കൗണ്ട് ആക്കുന്നു. ദെൻ നമ്മൾ ഈ ഫ്രീക്വൻസി കൗണ്ടിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞ ടൈമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അതായത് സ്പേസ് കോംപ്ലക്സിറ്റി ടൈം കോംപ്ലക്സിറ്റി നമ്മൾ ഫൈനൽ ആൻസർ ചെയ്യുന്നു ഓർഡറിലായിരിക്കും എഴുതുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ ഫിക്സഡ് മെമ്മറിയിലേക്ക് പോകണം. അപ്പോൾ ഫിക്സഡ് മെമ്മറിയിലേക്ക് പോയി നമുക്കറിയാം അതെന്താണ്, അത് കമ്പൈൽ ടൈം നമുക്കറിയാവുന്നതാണ്, ഫിക്സഡാണ്. നമുക്ക് അതായത് ഇവിടെ ഈ ഒരു എക്സാമ്പിൾ കണ്ടുപിടിച്ചിട്ട് നമ്മളൊരു എക്സാമ്പിളിൽ നിന്ന് എങ്ങനെ ഫിക്സഡ് മെമ്മറി കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഉള്ള എന്തൊക്കെ വേരിയബിൾസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു n എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്. അത് സ്വാഭാവികമായിട്ടും മെട്രിക്സിൻ്റെ സൈസ് ആയിരിക്കും. പിന്നെ നമുക്കൊരു i ഉണ്ട്, ഒരു j ഉണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു i ഉണ്ട്, j ഉണ്ട്, n ഉണ്ട്. അപ്പോൾ ഇതിന് എല്ലാത്തിനും നമുക്കൊരു യൂണിറ്റ് സൈസ് വേണമെന്നുള്ള അസ്യൂമയിൽ നമ്മൾ എല്ലാത്തിനും ഓരോ യൂണിറ്റായിട്ട് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് 3 എന്നെടുക്കാം ടോട്ടൽ യൂണിറ്റ്. ഓക്കെ, അത് നമ്മുടെ ഫിക്സഡ് മെമ്മറിയാണ്. അതേപോലെ തന്നെ വേരിയബിൾ മെമ്മറിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഡൈനാമിക് ആയിട്ട് അലോക്കേറ്റ് ചെയ്യുന്നു. അതായത് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്താണെന്നോ അറിയത്തില്ലെങ്കിൽ അത് കുറച്ചും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സെക്കൻഡ് മോഡലിലേക്ക് പോകുമ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചിട്ട് മാത്രം നമ്മൾ സെക്കൻഡ് മോഡലിൽ ടോപ്പിക്കിലേക്ക് പോകത്തുള്ളൂ. നമുക്ക് അവിടെയാണ് ഇത് ആവശ്യം വരുന്നത്. ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ഈ ഒരു അവരുടെ കേസ് ഒന്ന് ആലോചിച്ച് വെക്കുക. ഓക്കെ, നമുക്ക് മാക്സിമം ചോദിക്കുന്നത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഒരു എക്സാമ്പിൾ കൂട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫംഗ്ഷൻ അങ്ങ് പഠിച്ചാൽ വലിയ പ്രശ്നങ്ങൾ വരത്തില്ല. ഓക്കെ, ഇപ്പോൾ വേരിയബിൾ മെമ്മറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ പറയുന്ന പോലെ ഇൻപുട്ട് സൈസ് അല്ലെങ്കിൽ ഡൈനാമിക് ആയിട്ട് അലോക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അറയുടെ സൈസാണ്. അറ എങ്ങനെയാണെന്നൊക്കെ അറിയാം. ആദ്യത്തേന്ന് പറയുന്നത് റോയാണ്, ഇത് കോളത്തിൻ്റെ സൈസാണ്. ഓക്കെ, ഇപ്പോൾ ഇത് അറയാണ്, നമുക്കറിയാം ഉദ്ദേശിപ്പാണ്. ഇപ്പോൾ അറയെന്ന് പറയുമ്പോൾ നമുക്ക് ഇത് ഡൈനാമിക് ആക്കണം, നമ്മൾ വാല്യൂ കിറ്റ് അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് ഇൻപുട്ട് സൈസിനെ ബേസ് ചെയ്തായിരിക്കും നമ്മളിത് എത്രയാണെങ്കിൽ നമ്മുടെ അറയുടെ സൈസ് എന്ന് നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ അറയുടെ സൈസ് ഇത് 5 മാറ്റി 10 ഇട്ടാൽ അറേ സൈസ് 10ലേക്ക് മാറി. ഓക്കെ, അതാണ് ഇവിടെ ബേസ് ചെയ്യുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു കോൺടാക്സിൽ റോ സൈസും കോളം സൈസും ഈക്വലാണ്. അപ്പോൾ ഇന്ന് തന്നെയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കോൺടാക്സിൽ നമുക്ക് വേരിയബിൾ മെമ്മറി എന്ന് പറയുന്നത് എന്നിക്ക് എന്നാണ് വരുന്നത്. കാര്യം എന്ന് പറയുന്നത് കോളവും ഇത് റോയും ഇത് കോളവുമാണ്. സോ അങ്ങനെ കോൺടാക്സിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇവിടെ n² യൂണിറ്റ്സ് ഓഫ് വേരിയബിൾ മെമ്മറി വേണം. ഓക്കെ, അപ്പോൾ n² ഈ പറയുന്ന 3 കൂടി കൂട്ടുക. സോ നമുക്ക് 3 + n² കിട്ടും. കാര്യം ടോട്ടൽ മെമ്മറി എന്ന് പറയുന്നത് വേരിയബിൾ പ്ലസ് ഫിക്ഷൻ ആണ്. അങ്ങനെ കൂട്ടി കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഈ ഇങ്ങനൊരു ഫംഗ്ഷൻ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഓർഡർ ചെയ്താൽ അറിയാം. ഓർഡർ എന്ന് പറയുന്നത് n² ആയിരിക്കും. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ 90% അങ്ങനെ ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. പോസിബിലിറ്റി ഇല്ല, ഫ്രീക്വൻസി കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയുള്ള രീതി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഫ്രീക്വൻസി കൗണ്ട് നമ്മളിപ്പം 10 കോംപ്ലക്സിറ്റിയിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അപ്പം ഈ സ്പേസ് കോംപ്ലക്സിറ്റി എന്താണെന്നുള്ള എക്സ്പ്ലനേഷൻ അതിലൊരു 3 മാർക്കിന് ചോദിക്കുക. നമുക്ക് എഴുതാനുള്ള കണ്ടന്റാണ് ഞാനിപ്പോൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ച ടോപ്പിക്സിൽ നമുക്ക് പ്രീവിയസ് ഇയറിലായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്നുള്ള രീതി നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ ഈ അങ്ങോട്ട് ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പോസിബിളായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇതുവരെയുടെ ക്ലാസ് നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസൊക്കെ തന്നെ ചെയ്യാൻ പറ്റും. പറ്റുന്നവർ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മൾ ജസ്റ്റ് മെറ്റീരിയൽ തന്നെ ഡിസ്ക്രിപ്ഷൻ എല്ലാം മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്, അതായത് ആൻസർ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വേറെ ഒരു പ്രശ്നം വരത്തില്ല നിങ്ങൾക്ക്. ഓക്കെ, ഇത് റെഫർ ചെയ്യാവുന്നതാണ്. നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി കൗണ്ട് എന്നാണ് നമ്മൾ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോയതാണ്. എത്ര പ്രാവശ്യം ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന ഫ്രീക്വൻസി കൗണ്ട് എന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റ് ഒരു ബ്ലോക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി അത് ഈ പറയുന്ന ഒരു ഓർഡർ കണ്ടുപിടിച്ച് ആൻസർ കോയിലെ ഒരു ഗ്രീൻ ആപ്പ് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുണ്ട്, 2020 ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ ഒരു അൽഗോരിതം സ്യൂഡോ കോഡ് എന്ന് പറഞ്ഞ ഒരു ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നെ നോക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് 2019 സ്കീമിൽ അൽഗോരിതം എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് പൈതൺ പഠിക്കുന്നുണ്ട് നമ്മൾ S1-ൽ. പക്ഷേ 2019 സ്കീമിൽ നോക്കിക്കഴിഞ്ഞാൽ S2C പ്രോഗ്രാമിംഗ് ആണ് ഒരു പ്രോഗ്രാമിംഗ് സബ്ജക്റ്റ് എന്നുള്ള രീതിക്ക് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് അതുകൊണ്ടാവണം നമുക്ക് അൽഗോരിതം എന്നുള്ള ടോപ്പിക്കൊക്കെ നമുക്ക് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഡാറ്റ സ്ട്രക്ചേഴ്സ് ചെയ്യുന്നു നമ്മളത് പൈതണിലൊക്കെ പഠിച്ചിട്ടുള്ളതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എന്നാലും അൽഗോരിതം സ്യൂഡോ കോഡ് ഒരു ഡിഫറൻസ് ആണ്. അൽഗോരിതം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിൽ എഴുതുന്നതായിരിക്കും.
അതേസമയം അതിലൂടെ കൂടെ കുറച്ചുകൂടി പ്രോഗ്രാമിംഗ് ലോജിക് കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനത്തെ കാര്യങ്ങളാണ് ജസ്റ്റ് ഒന്ന് വായിച്ച് പോയാൽ മതി കേട്ടോ. അതേപോലെ തന്നെയാണ് എങ്ങനെയാണ് ഒരു പെർഫോമൻസ് ഓഫ് ദി അൽഗോരിതം ഇവാലുവേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ടൈം കോംപ്ലക്സിറ്റി, സ്പേസ് കോംപ്ലക്സിറ്റിയാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഇത് കുറിച്ചിട്ടായിരിക്കും നമ്മൾ ഒരു അൽഗോരിതം എത്ര എഫിഷ്യൻ്റ് ആണെന്നുള്ള രീതിയിൽ നോക്കുന്നത്. നമുക്ക് ഈ പറയുന്ന പോലെ എന്തൊക്കെ ക്രൈറ്റീരിയ ആണ് നമ്മൾ അൽഗോരിതം സാറ്റിസ്ഫൈ ചെയ്യുന്നത് ചോദിച്ചു. അത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് പോകുന്നതാണ് മെറ്റീരിയലിനോട്ട്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്തതാണ്. നമുക്കൊരു ടോപ്പിക്ക് ചോദിച്ചിട്ടുണ്ട്. അത് ഔട്ട് ഓഫ് സിലബസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റും. നമുക്ക് ടോപ്പിക്കായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. സ്റ്റിൽ നിങ്ങൾ റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയാണ് കൊടുത്തേക്കുന്നത്. ടോപ്പ് ഡൗൺ അപ്രോച്ചും ബോട്ടം അപ്പ് അപ്രോച്ചും. ടോപ്പ് ഡൗൺ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഒരു പ്രോബ്ലത്തെ വലിയ പ്രോബ്ലം ഉണ്ടാവും. അതിന് നമ്മൾ കുഞ്ഞു കുഞ്ഞു പ്രോബ്ലമായിട്ട് കട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ഡിവൈഡ് ചെയ്ത് സോൾവ് ചെയ്യുന്നതാണ്. ഓക്കെ, അതേസമയം ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്മോളർ പ്രോഗ്രാംസ് ഉണ്ടാവും. ഓക്കെ, അതെല്ലാം കൂടി കമ്പയർ ചെയ്ത് ഒരു വലിയ സൊല്യൂഷൻ, അതായത് ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അങ്ങനെ ഒരു രീതിയാണ്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി പോവാം. നമ്മൾ എല്ലാത്തിനും കൂടി പോയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, നമ്മൾ കോൺഫിഡൻറ്റ് ആവും. ദെൻ നമുക്ക് സ്പേസ് കോംപ്ലക്സിറ്റി എന്താണെന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ലാസ്റ്റായിട്ടാണ് പറഞ്ഞത് മെമ്മറിയുടെ യൂസിനെയാണ് നമ്മൾ സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ കമ്പോണൻസ് ഫിക്സ്ഡ് പാർട്ടും വേരിയബിൾ പാർട്ടും ഉണ്ട്. ജസ്റ്റ് വേണമെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ പോലെ കൊടുക്കാം. ഓക്കെ, ദെൻ നമുക്ക് ഫ്രീക്വൻസി കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇതൊരു നോർമൽ ലൂപ്പാണ്. ഇതും ഒരു നോർമൽ ലൂപ്പാണ്. നമുക്കറിയാം ഇത് n² ആയിരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇനി അതല്ല, നമ്മുടെ കുട്ടികൾക്ക് അറിയാം ഇത് 2 ലൂപ്പുണ്ട്. സോ അത് n² ആയിരിക്കും എത്താൻ. അതറിയാം ആൻസർ n² തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. 3 മാർക്കിന് 4 മാർക്കിന് 5 മാർക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. സോ നമുക്ക് ഡയറക്റ്റ് ചെയ്ത് ഒരിക്കലും കാൽക്കുലേഷൻ ചെയ്ത് എഴുതുക. കൃത്യമായിട്ട് ചെയ്താലും ഈ പറഞ്ഞ ഒരു ലൂപ്പ് എന്ന് പറയുന്നത് n+1 എന്ന് പറഞ്ഞ് നമ്മൾ അസ്യൂം ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഫ്രീക്വൻസി കൗണ്ട് ആണ് പിന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് log n കേസാണ് വരുന്നത്. അപ്പം ആൻസർ വരുന്നത് n × log n എന്നായിരിക്കും. log n എന്നായിരിക്കും. ഓർഡർ ഓഫ് n log n എന്നായിരിക്കും. അതെ, നമുക്കറിയാം. അത് കാണുമ്പോൾ തന്നെ നമ്മൾ ഇന്നിപ്പം ഉപയോഗിക്കുന്നത് ടൈം കോംപ്ലക്സിറ്റി വരെയാണോ നോക്കുന്നത്, സ്പേസ് കോംപ്ലക്സിറ്റി, ടൈം കോംപ്ലക്സിറ്റി വരെയാണോ. നെക്സ്റ്റ് പാർട്ടിൽ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ ആയിരിക്കും നോക്കുന്നത്. നമ്മൾ ഇതുവരെ പഠിച്ചേക്കുന്ന ഈ 2 ടോപ്പിക്കും നമുക്ക് ഷുവറായിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ചോദിക്കാൻ ഏറ്റവും ചാൻസ് ഉള്ളതെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഫ്രീക്വൻസി കൗണ്ട് കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു പ്രോഗ്രാം സിപ്പിട്ട് തന്ന് നമുക്ക് അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിരിക്കും ചോദിക്കുന്നത്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 3 മാർക്സിന് അത് തന്നെ ചോദിക്കുന്നതാണ്. നമുക്ക് ബാക്കി തിയറി പാർട്ടിൽ ഈ പറയുന്ന പോലെ അൽഗോരിതം കാര്യങ്ങളൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. കാര്യം നമുക്ക് സിലബസ് ഡയറക്റ്റ് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് കാണാം ഇത് സിലബസാണ് കേട്ടോ, കൊടുത്തേക്കുന്നതാണ്. നിങ്ങൾക്കത് ഡയറക്റ്റ് പറഞ്ഞിട്ടില്ല. സോ വേണമെങ്കിൽ ഒരു സ്പേസ് കോംപ്ലക്സിറ്റി എന്നാണൊക്കെ ചോദിക്കാം. പക്ഷേ സീരിയസ് എക്സാം ബന്ധത്തിൽ നമുക്ക് അത്യാവശ്യം തിയറി കണ്ടൻറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാർട്ടിലാണ്. താങ്ക് യു.